ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. എക്സാലോജിക് എന്ന പേരുവെച്ച് ദുസൂചന നൽകി വീണ തൈക്കണ്ടിക്കെതിരെ, തോമസ് ഐസക്കിനെതിരെ വാർത്ത എഴുതിയ മലയാള മനോരമ. അത് ഏറ്റുപിടിച്ച് വാർത്താസമ്മേളനം നടത്തിയ ഷോൺ ജോർജ്, അത് വള്ളിപ്പുള്ളി തെറ്റാതെ വാർത്തയാക്കിയ മനോരമയടക്കമുള്ള മറ്റു മാധ്യമങ്ങൾ ഉത്തരം പറയേണ്ട നിരവധി ചോദ്യങ്ങളുണ്ട്. അബുദാബിയിൽ കോടികളെത്തിയ അക്കൗണ്ട് വീണയുടേതാണെന്ന് ഇന്നും പറയാൻ തയ്യാറാകുമോ? അത് ഏറ്റുപിടിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണോ? അക്കൗണ്ട് വിവരങ്ങൾ ഹൈക്കോടതിയെ അറിയിച്ചിട്ടെന്താ എന്ന് ഷോൺ പറയണം. ഷോണിൻ്റെ ഹർജിയുടെ കഥ തന്നെ കഴിഞ്ഞു. PC ജോർജിൻ്റെ മകനും BJP-കാരനുമായ ഷോൺ പറഞ്ഞത് ഏറ്റുപിടിച്ച പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ എന്തു പറയുന്നു എന്നറിയാനും താല്പര്യമുണ്ട്. ഇന്ന് നെടുമ്പാശ്ശേരിയിൽ മാധ്യമങ്ങളെ കണ്ടിട്ടും എന്തുകൊണ്ടാണ് വിഷയം കത്തിച്ചു പിടിച്ചു നിർത്താൻ തുനിയാതിരുന്നത്? പതിവ് കാരണം തന്നെ. വിവാദം ലക്ഷ്യമിട്ട് മെനഞ്ഞ കഥ പൊളിഞ്ഞു. യാഥാർത്ഥ്യം നാട്ടുകാർക്ക് മനസ്സിലായി. കോടികളെത്തിയ അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ട് വീണയുടെ കമ്പനിയായിരുന്ന എക്സാലോജിക് സൊല്യൂഷൻസിൻ്റേത് അല്ല. 15 വർഷമായി പ്രവർത്തിക്കുന്ന എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനിയുടേതാണ്. അബുദാബിയിൽ ഒരു എക്സാലോജിക് ഉണ്ടെന്ന് ആരോ എവിടെയോ പറഞ്ഞത് കേട്ട് ചാടി പുറപ്പെട്ട ഇടതുവിരോധികളുടെ സ്വാഭാവിക തോൽവി. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ TM തോമസ് ഐസക്, അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM, വസന്ത് സുരേഖ് കോൺഗ്രസ്, ഡോക്ടർ പ്രേംകുമാർ ഇടത് നിരീക്ഷകൻ. ആദ്യം ഡോക്ടർ തോമസ് ഐസക്കിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് താങ്കളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. അതിൽ വളരെ വ്യക്തമായി തന്നെ ഈ പറഞ്ഞ കമ്പനികൾ തമ്മിലുള്ള വ്യത്യാസം, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ എക്സാലോജിക് സൊല്യൂഷൻസ് ആണ് എന്ന് ധരിച്ച് അബുദാബിയിൽ 15 വർഷമായി പ്രവർത്തിക്കുന്ന മറ്റൊരു ഐ ടി കമ്പനിയുടെ അക്കൗണ്ട് എടുത്തു വെച്ച് വിവരിച്ച്, അതിനു മുമ്പ് മലയാള മനോരമ അത് ഗംഭീരമായി അതിൻ്റെ എല്ലാ സൂചനകളും നൽകിക്കൊണ്ട് വലിയ വാർത്ത ചമയ്ക്കുന്നു. അതേ തുടർന്ന് ഷോൺ വാർത്താ സമ്മേളനം നടത്തുന്നു. അങ്ങനെ എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനി എന്ന അബുദാബി കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് ആണെന്ന് വരുത്തി തീർക്കും വിധം അതിനെ കോടികളുടെ നിക്ഷേപം സർക്കാരുമായി ബന്ധപ്പെടുത്തി അഴിമതിയുടെ ഒരു തലം സൃഷ്ടിച്ച് അതിലൂടെ അബുദാബിയിലെ അക്കൗണ്ടിലേക്ക് കോടികളെത്തി എന്ന നിലയിലേക്ക് വാർത്തയ്ക്ക് പിന്നാലെ വാർത്താ സമ്മേളനം, വാർത്തയോട് വാർത്ത, ഇതിനെയൊക്കെ തുറന്നു കാട്ടിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് സംഭവിച്ച വീഴ്ചയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വളരെ വ്യക്തമായി നിസ്സാരമായി തിരിച്ചറിയാവുന്ന ഇത് തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയുന്ന എല്ലാ സാഹചര്യവും ഇവിടെ മാധ്യമങ്ങൾക്കടക്കം മാധ്യമപ്രവർത്തകരടക്കം എല്ലാവർക്കും ഉണ്ടെന്നിരിക്കെ, രാഷ്ട്രീയ നേതാക്കൾക്കുണ്ടെന്നിരിക്കെ, പ്രതിപക്ഷ നേതാവിനുണ്ടെന്നിരിക്കെ, എവിടെയോ കേട്ട ഒരു വിവരത്തെ ഉയർത്തിപ്പിടിച്ച് ഒരു രാഷ്ട്രീയ വിവാദമാക്കാൻ കൊണ്ടുവന്നത് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇടതുവിരോധം തീർക്കുന്ന കള്ളക്കഥകളുടെ പട്ടികയിൽ തന്നെയാണോ അതും പെടുന്നത്? താങ്കളുടെ FB പോസ്റ്റ് വളരെ വിശദമായി ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ നിരവധി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടല്ലോ. കഴിഞ്ഞൊരു വർഷക്കാലമായിട്ട് CMRL ഒരു വിവാദ വിഷയമാണ് കരിമണലും. CMRL കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കും പത്രപ്രവർത്തകർക്കുമൊക്കെ വലിയ തോതിൽ പണം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിസ്റ്റും പുറത്ത് വന്നിട്ടുണ്ട്. 100 കോടിയപ്പൻ രൂപ. അതിനൊന്നും രേഖയില്ല, ചർച്ചയില്ല. എന്നാൽ അവർ ബാംഗ്ലൂരുള്ള എക്സലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു സർവീസ് കരാറുണ്ടാക്കി. ആ സർവീസ് കരാറിൻ്റെ ഭാഗമായിട്ട് 1.5 വർഷത്തിനിടയിൽ ഒരു 1.5 കോടി രൂപ അങ്ങോട്ടും നൽകിയിട്ടുണ്ട്. ഈ സർവീസ് ചാർജ് മാസം തോറും നൽകുന്നത് നിയമാനുസൃതം മേടിച്ചിട്ടുള്ള GST ഒക്കെ അടച്ചിട്ട്. ഇതാണ് ഏറ്റവും വലിയ വിവാദനം. ഇതിന് മാസപ്പടി എന്നും പേരിട്ട് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ മാത്യു കുഴൽനാടൻ ഇതൊരു കേസുമായിട്ട് പോയി. ഒരു തെളിവുമില്ല. കോടതി അത് കൃത്യമായിട്ട് തള്ളിക്കളഞ്ഞു. അതോടുകൂടി വളരെ ഇച്ഛാഭംഗത്തിലായിരുന്നു നമ്മുടെ പ്രതിപക്ഷം. അടുത്ത ഇലക്ഷൻ വരെ നീട്ടിക്കൊണ്ടുപോകാൻ വെച്ചിരുന്ന അതിൻ്റെ കഥ തീർന്നു. ഇന്നലെയാണ് BJP നേതാവ് ഷോൺ ജോർജ് ഒരു പുതിയ വിവാദമായിട്ട് ഇറങ്ങിയത്. യഥാർത്ഥത്തിൽ വലിയൊരു ആലോചനയുടെ പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് വളരെ വ്യക്തമാണ്. കാരണം തലേന്ന് ഇത് 1-ാം പേജിൽ 1-ാം വരിയിൽ വലിയ തലക്കെട്ടായിട്ട്
മലയാള മനോരമ ഒരു കട്ടൺ റൈസർ തന്നെ കൊടുത്തു. ദുബായിലെ കമ്പനിയിലേക്ക് പണം ഒഴുകി. അപ്പോൾ ഇതിൻ്റെ പത്രസമ്മേളനത്തിൽ ഇതിലെല്ലാം പറഞ്ഞു വെച്ചത് ബാംഗ്ലൂർ മാത്രമല്ല, ഇവർക്ക് സഹകമ്പനി ദുബായിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കമ്പനിയിലേക്ക് ഇവിടെ നിന്നും പണം അയച്ചിട്ടുണ്ട്. തീർന്നില്ല, ഇവിടെ മേടിക്കാൻ പറ്റാത്ത പല പണവും അവിടെ ചെന്നിരിക്കണേ. ആര്? SNC, ലാവ്ലിൻ അവിടെ പണം കൊടുത്തിട്ടുണ്ട്. ലാവ്ലിൻ പണ്ടേ വിവാദ വിഷയമാണല്ലോ. പിന്നെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് എന്ന് പറഞ്ഞ് ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഒരു അന്തർദേശീയ കൺസൾട്ടിങ് സ്ഥാപനമുണ്ട്, അവർ പണം കൊടുത്തിട്ടുണ്ട്. പിന്നെ കിഫ്ബിയുടെ മസാല ബോണ്ട് മേടിച്ച കനേഡിയൻ കമ്പനിയും കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പൂർണ്ണമായി ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയിലേക്ക് അഴിമതി പണമെല്ലാം എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് വ്യംഗ്യമായിട്ട് പറഞ്ഞു വെച്ചത്. എന്ന് മാത്രമല്ല, പറയുന്നതിന് ഒരു കനം വേണ്ടേ, ഉറപ്പ് വേണ്ടേ. അതുകൊണ്ട് കോടതിയിൽ ഉപഹർജി നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ഈ പ്രസ്താവനയൊക്കെ എല്ലാ പത്രത്തിലും ഒന്നുണ്ട്. ചിലതൊക്കെ വളരെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട്. പക്ഷെ ഒരൊറ്റ പത്രപ്രവർത്തകൻ പോലും ഒന്ന് ഗൂഗിൾ ചെയ്ത് ഈ ദുബായിലെ എക്സോളജിക്ക് എന്താണ് എന്ന് പരിശോധിച്ചിട്ടില്ല. പരിശോധിച്ചെങ്കിൽ അവർ കണ്ടാനേ അത് എക്സോളജിക് കൺസൾട്ടിങ് ആണ് കമ്പനിയാണ്. ഇത് എക്സോളജിക് സൊല്യൂഷനാണ് ബാംഗ്ലൂരുള്ളത്. രണ്ടും രണ്ട് കമ്പനിയാണ്. അതിൻ്റെ വെബ്സൈറ്റിൽ തന്നെ അതിൻ്റെ ഐഡിയിലും വ്യത്യാസമുണ്ട്. എക്സോളജിക് ഓർഗ് അല്ലെങ്കിൽ .com ഇതാണ് ദുബായിലുള്ളത്. ഇവിടെ ഉള്ളത് .in ആണ്. ഇനി സംശയം തീർന്നില്ലെങ്കിൽ ആ കമ്പനിയോട് ഒന്ന് ചോദിക്കാമല്ലോ, എന്നൊരു ഇമെയിൽ അയക്കാൻ ചിലവ് വല്ലതും ഉണ്ടോ? അങ്ങനെ പോലും ഒരു അന്വേഷണം നടത്തിയില്ലെന്ന്. ആ ഇമെയിൽ അയച്ചിരുന്നെങ്കിൽ കൃത്യമായിട്ട് അവർ മറുപടി പറഞ്ഞാനെ. അവരുടെ മറുപടി അവരുടെ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ഈ പത്രവാർത്തയെല്ലാം കേട്ടിട്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉടമസ്ഥരും മലയാളികളും കൂടി ആയിരിക്കണം. അതുകൊണ്ടായിരിക്കും അവരുടെ സൈറ്റിൽ വാർത്ത വന്നിട്ടുണ്ട്. അതിലൊരു പട്ടികയായിട്ട് ഞങ്ങൾക്ക് 5 സഹകമ്പനികളേ ഉള്ളൂ. ഒന്ന് ലണ്ടൻ, ഒന്ന് ദുബായ്, ഒന്ന് ഷാർജ, മറ്റൊന്ന് ബാംഗ്ലൂർ. അതിനൊന്നിൻ്റെയും പേര് കൺസൾട്ടിങ് എന്നല്ല, എക്സോളജിക് സൊല്യൂഷൻസ് എന്നല്ല. അതിൻ്റെ ഒന്നിൻ്റെയും പേര് എക്സോളജിക് സൊല്യൂഷൻ എന്നല്ല. എന്ന് മാത്രമല്ല, ഞങ്ങൾ വലിയ ആയിരക്കണക്കിന് കോടിയുടെ ടേൺ ഓവറുള്ള കമ്പനിയാണ്. ഇങ്ങനത്തെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായിട്ട് ഞങ്ങളുടെ അനൂപ കമ്പനിയാക്കില്ലേ. ഞങ്ങൾക്ക് ഈ പറയുന്ന ഏർപ്പാടുകളുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഇതിൻ്റെ ഉടമസ്ഥന്മാർ, ഫൗണ്ടേഴ്സിനും ഉടമസ്ഥന്മാർക്കും അവർക്ക് ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടോ രാഷ്ട്രീയമായിട്ടോ ഒരു ബന്ധവുമില്ല എന്ന് അവർ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഏതൊരാൾക്കും ചോദിച്ചാൽ കിട്ടുന്ന വിവരം ഇതുപോലും ചോദിക്കാതെയാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് സർക്കാരിനെതിരായിട്ട് അപകീർത്തികരമായിട്ടുള്ള ഈ വാർത്ത എല്ലായിടത്തും പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇവിടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്, താങ്കൾ ശ്രീ തോമസ് ഐസക് പറഞ്ഞതിലൊരു കാര്യമുണ്ട്. ഇത്തരം രാഷ്ട്രീയ താല്പര്യങ്ങളും വിവാദം ഉണ്ടാക്കാനും പബ്ലിസിറ്റി സ്റ്റണ്ട് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ വേണമെങ്കിൽ വാർത്താ സമ്മേളനം നടത്താം. പക്ഷേ പ്രശ്നം അത് പ്രതിപക്ഷ നേതാവ് ഏറ്റുപിടിച്ചു. നേരത്തെ മലയാള മനോരമ ഒരു കട്ടൺ റൈസർ വളരെ പ്രാധാന്യത്തോടെ 1-ാം പേജിൽ കൊടുത്തു. അപ്പോൾ അവരടക്കം പരിശോധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിലുണ്ടായിരുന്നു, ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും തെറ്റായ വിവരം മാധ്യമ വാർത്തയായി ജനങ്ങളിലേക്ക് കളവായി, തെറ്റായി, വ്യാജമായി എത്തിച്ചോ എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ക്രോസ് ചെക്കിംഗ് ഒന്നും നടത്താതെയും പരിശോധിക്കാതെയുമാണോ
എന്ന് വന്നാൽ ഗൗരവമുള്ള വശമാണ്. അത് വെച്ച് വാർത്താ സമ്മേളനം വരുന്നു, അത് ഏറ്റുപിടിച്ച് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു, മറ്റു മാധ്യമങ്ങൾ ഉടനെ അത് സമാനമായ രീതിയിൽ കൊണ്ടുവരുന്നു. ഈ പ്രശ്നം വന്നപ്പോൾ ഞങ്ങളും ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുപോലെ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങൾ നമുക്ക് സ്ക്രീനിലൊന്ന് കണ്ടുകൊണ്ട് ഞാൻ അരുണിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ തോമസ് ഐസക് പറഞ്ഞതുപോലെ തന്നെ സ്ക്രീനിലത് കാണാം. വ്യക്തമായി പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. അതിൽ എക്സാലോജിക് ഇൻഫർമേഷൻ ടെക്നോളജി കൺസൾട്ടൻസി എന്ന് പറഞ്ഞ ദുബൈയിൽ UAE ഒരു ഓഫീസ്, കോർപ്പറേറ്റ് ഓഫീസ് അഡ്രസ്സ് ഇതിൽ കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് അവരുടെ സൈറ്റിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളതിൽ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന് പറഞ്ഞ് ദുബൈയിൽ അഡ്രസ്സിൽ വേറൊരു ഓഫീസുണ്ട്. അതുപോലെ തന്നെ എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന അതേ പേരിൽ തന്നെ സേഫ് സോൺ ഷാർജയിൽ ഓഫീസുണ്ട്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചാണ് എക്സാലോജിക് ടെക് UK ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് അത് ലണ്ടനിലുണ്ട്. മറ്റൊന്ന് നാട്ടിലുള്ളതാണ്, അത് എക്സാലോജിക്കോ സിസ്റ്റംസ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ബാംഗ്ലൂർ അഡ്രസ്സിലുണ്ട്. അത് വേറൊരു ഈ തരത്തിൽ എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന കമ്പനിക്ക് ഈ രൂപത്തിലാണ് വളരെ വ്യക്തമായുണ്ട്. എക്സാലോജിക് എന്ന് കേട്ടാൽ ഇന്നൊരു പത്രത്തിൽ കണ്ട അങ്ങനെയാണ്, എക്സാലോജിക് എന്ന് എഴുതിയിട്ടുള്ളൂ. എക്സാലോജിക് എന്ന് കേട്ടാൽ നമുക്കിവിടെ നാട്ടിൽ ഫിറ്റ് ചെയ്യാം എന്ന നിലയിലേക്ക് ആളുകൾ മാറിപ്പോയാൽ ഇത്തരം ഏറ്റവും അപകടകരമായ രീതിയിൽ പോകും. അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റുകൾ നേരത്തെ അദ്ദേഹം പറഞ്ഞു, exalogic.co ഉണ്ട്, .co.in ഉണ്ട്, .co.uk ഉണ്ട്, .ae ഉണ്ട്, exalogic.ae. ഇങ്ങനെയൊക്കെയാണ് അവരുടെ വെബ്സൈറ്റുകൾ പോകുന്നത്. നമുക്കിതെല്ലാം പരിശോധിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കിട്ടും. 15 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയ്ക്കാണ് അവർ തന്നെ അതിൽ അക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ആ ഭാഗം വളരെ വ്യക്തമായി വായിച്ചെടുക്കാവുന്ന രീതിയിൽ സ്ക്രീനിൽ കാണുകയും ചെയ്യാം. ഇത് രണ്ട് കമ്പനിയാണ്. അപ്പോൾ അബുദാബിയിലുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ദുബൈയിലും UK യിലും ഒക്കെ ആയിട്ടുള്ള ഒരു കമ്പനി അവരുടെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ അക്കൗണ്ടിൽ കോടാനുകോടി രൂപ വന്നിട്ടുണ്ട് എന്നതും ആ പേരിലെ സാമ്യവും വെച്ച് നേരെ കേരളത്തിൽ കൊണ്ടുവന്ന് അത് വീണയുടേതാണ് എന്ന നിലയിലേക്ക് വരിക. അതുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. തോമസ് ഐസക്കിനെതിരെയും ആ രീതിയിലേക്കുള്ള ഒരു ദുസൂചനയോടെ മലയാള മനോരമ അതിനകത്ത് ഒരു ഫിറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അത് പുറകെ വരാം. ഇവിടെ അരുൺ ഇത് പറയുമ്പോൾ ഇന്നലെ ഷോൺ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ ഈ വിവരങ്ങളൊക്കെ കോടതിയിൽ കൂടിയും കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ അദ്ദേഹത്തിൻ്റെ റിട്ട് പെറ്റീഷൻ കിടക്കുന്നു. റിട്ട് പെറ്റീഷനകത്ത് ഉപഹർജി IA വരുന്നുണ്ട്, ഇൻ്ററിം ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. IAയുടെ ഭാഗമായി ഈ ഇന്നലെ പറഞ്ഞത്, വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, ഞാൻ ഈ വിവരങ്ങൾ, അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കുന്നു എന്നൊക്കെ വളരെ സ്തോഭജനകമായിട്ടുള്ള ഒരു നില സൃഷ്ടിച്ചു. ഇന്ന് ഹർജി, ആ റിട്ട് പെറ്റീഷൻ തന്നെ കോടതി ഡിസ്പോസ് ചെയ്തില്ലേ, അവസാനിപ്പിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ഷോൺ ഇന്നലെ കൊടുത്തു എന്ന് പറയുന്ന അല്ലെങ്കിൽ കോടതിയെ അറിയിച്ചു എന്നാണ് ഈ അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഗൗരവമായി കോടതിയിലേക്ക് അവതരിപ്പിക്കാനാകണം. കോടതിക്ക് അത് ആ നിലയിൽ തോന്നേണ്ടതുണ്ട്, കോടതി ഇത് പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനൊന്നും ഇടവരുത്താത്ത വിധം ആ ഹർജി തന്നെ ഇപ്പോൾ ഇല്ലാതായ അവസ്ഥയാണോ? അസാമാന്യമായൊരു ഗൂഢാലോചന നിയമപരമായി, രാഷ്ട്രീയമായി, മാധ്യമപരമായി ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നു എന്നാണോ സംശയിക്കുന്നത് അരുൺ? ശരത്തെ, കൃത്യമായി ഇതിലൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. 27-ാം തീയതി, മെയ് മാസം 27-ാം തീയതി ഒരു പരാതി FSIOയ്ക്ക് കൊടുക്കുന്നു. മെയ് മാസം 28-ാം തീയതി ഒരു ഇന്റർലോക്യൂട്ടറി ആപ്ലിക്കേഷൻ നിലനിൽക്കുന്ന റിട്ട് പെറ്റീഷനിൽ ഫയൽ ചെയ്യുന്നു. 29-ാം തീയതി രാവിലെ പുറത്തിറങ്ങിയ മനോരമയിൽ അത് ലീഡിംഗ് വാർത്തയായി വരുന്നു. 29-ാം തീയതി ഉച്ചയ്ക്ക് 11 മണിക്ക് എറണാകുളം പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം നടത്തുന്നു. 30-ാം തീയതി ഇന്ന് രാവിലെ തന്നെ ഹൈക്കോടതി ആ റിട്ട് പെറ്റീഷൻ എടുത്ത് തള്ളിക്കളയുന്നു. അപ്പോൾ ഇതിൽ കൃത്യമായി താൻ കൊടുത്ത പരാതി, ഒരു പരാതിയുടെ കോപ്പി എക്സിബിറ്റാക്കി ഒരു ഇന്റർലോക്യൂട്ടറി ആപ്ലിക്കേഷൻ നിലനിൽക്കുന്ന റിട്ട് പെറ്റീഷനിൽ കൊടുത്ത് ഇത് വലിയ സംഭവമാണെന്ന് പത്രദൃശ്യ മാധ്യമങ്ങളെ വിളിച്ച് വാർത്ത കൊടുക്കുന്നു. അതിൽ ഒരു തെളിവിൻ്റെ കണിക പോലും ഹാജരാക്കിയിട്ടില്ല, ഒരു സ്ക്രാപ്പ് പേപ്പർ പോലും ഹാജരാക്കിയിട്ടില്ല. ഇത്തരത്തിലൊരു അക്കൗണ്ട് ഉണ്ടോ, അത്തരത്തിൽ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ, അതിൻ്റെ ഏതെങ്കിലും അക്കൗണ്ട് ഡീറ്റെയിൽസോ മറ്റു കാര്യം ഒരു വിവരങ്ങളും കൊടുക്കാതെ ഒരു വാർത്ത സൃഷ്ടിക്കുന്നു. അത് മനോരമയടക്കമുള്ള പത്രങ്ങൾ അത് ലീഡിംഗ് വാർത്തയായി കൊടുക്കുന്നു. അതിൻ്റെ വാചകം തന്നെ CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് വിവരം ലഭിക്കുന്നത് എന്ന് മനോരമ എഴുതുകയാണ്. എന്നാൽ വിവരം താനെ ലഭിച്ചതല്ല, താൻ തന്നെ കൊടുത്തതാണെന്ന് ഷോൺ ജോർജ് പത്രക്കാർക്ക് പറയുകയാണ്. ഇത് ഒരു തരത്തിലുള്ള വസ്തുത ഫാക്ട് ഫൈൻഡിങ്ങും നടത്താതെ മനോരമ അടക്കമുള്ള പത്രങ്ങൾ ലീഡിംഗ് വാർത്തയാക്കുന്നു. മറ്റ് ചാനലുകൾ ഒരു തരത്തിലും എതിർ ചോദ്യം ചോദിച്ച് നിങ്ങളൊരു തെളിവിൻ്റെ കണിക താട്ടെ, ഏതെങ്കിലും ഒരു രേഖ താട്ടെ, ലീഡിംഗ് വാർത്തയായി ബ്രേക്കിംഗ് ന്യൂസായി ഞങ്ങൾ കൊടുക്കുന്നു, ന്യൂസ് അവറിൽ ഞങ്ങൾ ചർച്ച നടത്തുന്നു, എന്താണ് തെളിവ് എന്ന് ചോദിക്കാതെ വലിയ വാർത്തയാക്കി അത് മാറ്റുകയാണ്. എന്നാൽ കണിക പൊട്ടുന്നത് പോലെ ഒരു മണിക്കൂറുകളുടെ ആയുസ് പോലും ഇല്ലാതെ ആ വാർത്ത ഇല്ലാതാകുന്നത് നാം കാണുന്നു.
ഇന്ന് ഹൈക്കോടതിയിൽ ആ കേസ് വരുമ്പോൾ ഹൈക്കോടതി ചോദിച്ചത് നിങ്ങളുടെ പ്രയർ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 210 പ്രകാരം കമ്പനി കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നതായിരുന്നു. അത് കോടതി അലോ ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ പ്രയർ അമെൻഡ് ചെയ്തു. കമ്പനി നിയമത്തിൻ്റെ സെക്ഷൻ 212 പ്രകാരം FSIOയെ കൊണ്ട് അന്വേഷണം നടത്തണമെന്ന് നിങ്ങളുടെ പ്രയർ തിരുത്തി. അതും കോടതി അനുവദിച്ചു. ആ അന്വേഷണവും ആരംഭിച്ച് അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ കാലാവധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പിന്നെ നിങ്ങൾ എന്താണ് ഇതിൽ ആവശ്യപ്പെടുന്നത്? ഈ മാറ്റർ തന്നെ കാലഹരണപ്പെട്ടിരിക്കുന്നു, ഇൻഫ്രക്ചസ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് എടുത്ത പാടെ ഈ കേസ് തള്ളിക്കളയുകയാണ്. ഇത്തരത്തിലൊരു IA ഫയൽ ചെയ്തിട്ടുണ്ടെന്നോ ഏതെങ്കിലും ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നോ അത് കോടതി വാദം കേൾക്കണമെന്നോ ഒന്നും ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ചർച്ച പോലും ആയിട്ടില്ല. ഇപ്പൊ ഞാൻ ഒരു ദിവസമായി ഒരു സംശയം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ അഭിഭാഷകനായിട്ടുള്ള അരുണോടാണ് ഇപ്പോൾ ഷോൺ ഇതിൽ പറഞ്ഞത് ഈ അക്കൗണ്ടുകൾ സംബന്ധിച്ച് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ എക്സാലോജിക് സൊല്യൂഷൻസിൻ്റെതാണ് എന്ന നിലയിൽ ഇന്നലെ അവതരിപ്പിച്ച ആ അക്കൗണ്ടിൻ്റെ വിശദാംശങ്ങൾ ഹൈക്കോടതി അറിയിക്കും. ഷോണിൻ്റെ ഹർജി തന്നെ ഇന്ന് കോടതി തള്ളി. ഇന്നലെ ആ ഹർജി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മുൻപ് കൊടുത്തിട്ടുണ്ടെന്നിരിക്കട്ടെ, അതിനകത്ത് അഫിഡവിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടതല്ലേ? അതിനകത്ത് ഉത്തമ ബോധ്യത്തോടെ ശരിയായ വിവരങ്ങൾ കോടതിയെ ധരിപ്പിക്കുന്നു എന്ന ഉറപ്പിന്മേലല്ലേ ഈ വിവരങ്ങൾ നൽകേണ്ടത്? ഇപ്പോൾ ഈ വിവരങ്ങൾ മനസ്സിൽ വന്നത് വെച്ച് നോക്കിയാൽ അപ്പോൾ ഒരു ബോധ്യവുമില്ലാത്ത കളവായ വിവരങ്ങളാണ് ഒരു ഹർജിയുടെ ഭാഗമായി കോടതിയിൽ നൽകിയത് എന്ന് വരുന്നതും നിയമപരമായ ഒരു കുറ്റമല്ലേ? കോടതിക്ക് സ്വമേധയാ തന്നെ ഇത് പരിശോധിക്കാനുള്ളൊരു അവസരം വരുന്നുണ്ടോ? അത് ഈ കേസ് നിയമപരമായ ഒരു സംശയമാണ് ഞാൻ അരുണിനോട് അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. യെസ്, ഗുരുതരം. നമ്മൾ ഹൈക്കോടതിയിൽ ഏത് തരത്തിലുള്ള പെറ്റീഷൻ കൊടുത്താലും അതിൽ ഒരു സത്യവാങ്മൂലം കൊടുക്കും, അഫിഡവിറ്റ് കൊടുക്കും. അതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ശരിയും സത്യമാണ് എന്നതാണ് അതിൽ പറയുക. ഇതിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന പെറ്റീഷൻ്റെ 4ാമത്തെ പാരഗ്രാഫിലെ ഒരു വരിയാണ്, റീസെൻ്റ്ലി ഐ ഗോട്ട് എ റിലയബിൾ ഇൻഫർമേഷൻ ഫ്രം എ റിലയബിൾ പേഴ്സൺ വർക്കിംഗ് എബ്രോഡ്. വിദേശത്തുള്ള ഒരു ആളിൽ നിന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാവുന്ന ഒരു വിവരം കിട്ടി എന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം ഇതിൻ്റെ 5ാമത്തെ പാരഗ്രാഫിൽ പറയുകയാണ്, I respectfully submitted that I don't have first-hand information regarding the above stated matters. However, sharing the same with FSIO on the bona fide belief that എന്ന് പറയുക. അപ്പോൾ അത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അല്ല എന്നും പറയുകയാണ്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ആരോ ഏതോ ഇൻഫർമേഷൻ തന്നത് ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് താൻ ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതിയാണ് എക്സിബിറ്റ് ഹാജരാക്കുന്നത്, അല്ലാതെ ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്ക്രാപ്പ് പേപ്പർ പോലും ഹാജരാക്കുന്നില്ല. അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിക്കുക, എന്താരോപണം ഉന്നയിക്കുക, പൊതുസമൂഹത്തിൽ നന്നായി വ്യക്തിമുദ്ര പതിപ്പിക്കപ്പെട്ട വ്യക്തികളെ അപമാനിക്കുക, ആ ആരോപണങ്ങൾക്ക് പുറകെ മാധ്യമങ്ങൾ പോകുക, എന്നിട്ട് വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ല? മാനമുള്ളവർക്കെതിരല്ലേ നഷ്ടത്തിന് കേസ് കൊടുക്കാൻ കഴിയുക? ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുക, ഒരു പേപ്പറും ഹാജരാക്കാത്തവർക്കെതിരെ നിങ്ങൾ കേസിന് പോകുന്നു എന്ന ഒരു പൊതുബോധം ഈ സമൂഹത്തിൽ സൃഷ്ടിക്കുകയാണ്. ആരോപണങ്ങൾ ഉയർന്നു വരിക, മാധ്യമങ്ങൾ ഏറ്റെടുക്കുക, ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുക, അത് ദയനീയമായി പരാജയപ്പെടുക, ഒരു തരത്തിലും ആരും ചോദ്യം ചെയ്യാൻ പാടാത്ത മാധ്യമങ്ങൾ ചോദ്യം ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുക. അത്തരത്തിൽ മാന്യമായി ജീവിക്കുന്നവരെ, ജോലിയെടുത്ത് ജീവിക്കുന്നവരെ പൊതുസമൂഹത്തിൽ അപമാനിക്കുന്ന പ്രക്രിയ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അതിന് അറുതി വരുത്തേണ്ട സമയമായിരിക്കുന്നു. അതിശക്തമായി ജനങ്ങൾ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ സ്ക്രീനിൽ അരുൺ, ഞാൻ ഡോക്ടർ പ്രേംകുമാറിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ട ആ കമ്പനിയുടെ സൈറ്റ്, അതെന്ന് പറയുന്നത് അബുദാബിയിലെ എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനിയാണ്. ഈ കമ്പനിയാണ് വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് ആണ് എന്ന മട്ടിൽ മനോരമ വലിയ വാർത്തയാക്കുന്നു. തൊട്ടുപുറകെ അത് വലിയ തോതിൽ വാർത്താ സമ്മേളനം നടത്തുന്നു, എല്ലാവരും ഏറ്റെടുക്കുന്നു, പ്രതിപക്ഷ നേതാവ് സംസാരിക്കും. ഇതെല്ലാം സംഭവിച്ചത് ആ യഥാർത്ഥ അബുദാബിയിലെ കമ്പനിയുടേതാണ്. അവർ ഈ അവസ്ഥയിലാണ് ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചത്. അതാണ് എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനി എന്നുള്ളത്. ഞാൻ ഡോക്ടർ പ്രേംകുമാറിലേക്ക് വരികയാണ്. ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ തോമസ് ഐസക്കിൻ്റെ FB പോസ്റ്റിനെ കുറിച്ച് ഞാൻ ആദ്യം സംസാരിച്ചു. ഇന്നലത്തെ ചാനൽ ചർച്ചകളിൽ ഡോക്ടർ പ്രേംകുമാർ ഏതോ ഒരു ചാനൽ ചർച്ചയിൽ ക്ലാസ് എടുക്കുന്നത് കണ്ടു. ഇതിൻ്റെ വ്യത്യാസത്തെക്കുറിച്ച്, ഇത് രണ്ട് കമ്പനിയാണ്, നിങ്ങളിങ്ങനെ അബദ്ധത്തിൽ ചെന്ന് ചാടരുത്, പരിശോധിച്ചാൽ വേഗം മനസ്സിലാകുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കുന്നത് കണ്ടു. അത്രയും റിയാലിറ്റി. അപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കൾ ആരൊക്കെയോ പറഞ്ഞു, ഞങ്ങളുടെ ഒരു ഇത് ആരോട് പറയാൻ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ പ്രേംകുമാർ ആ ചർച്ച അവസാനിപ്പിച്ചിട്ടുണ്ടാകണം എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ ഇന്ന് നോക്കൂ, അത് ഒരബദ്ധം പറ്റിയതാണെങ്കിൽ ഇന്ന് ആ വിഷയത്തിൽ വന്നിട്ടുള്ള പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതടക്കം ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ? പ്രതിപക്ഷ നേതാവ് ഷോൺ ജോർജ് എന്ന PC ജോർജിൻ്റെ മകനും BJP നേതാവും പറഞ്ഞത് കേട്ട് മുഖ്യമന്ത്രി വെളിപ്പെടുത്തണം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇത് ഗുരുതരമായി ഞെട്ടിക്കുന്ന ഏർപ്പാടാണെന്നൊക്കെ പറഞ്ഞ പ്രതിപക്ഷ നേതാവിനും ഇന്ന് മൗനം. യഥാർത്ഥത്തിൽ ഇതിനകത്ത്
ഇവരൊക്കെ ഞാൻ പ്രതിപക്ഷ നേതാവിനെ പറയുന്നില്ല, തിരുത്തൽ പ്രതീക്ഷിക്കേണ്ടതില്ല, ഷോൺ ജോർജിനെ ആ വഴിക്ക് വിടാം. പക്ഷേ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ ഇന്നലെ കാണിച്ച താല്പര്യം, തങ്ങൾക്കടക്കം അബദ്ധം പറ്റി, പിശകു പറ്റി എന്നതാണ് ശരിയെങ്കിൽ അത് തിരുത്താനും ശരിയായ ചർച്ചകൾ നൽകാനും വാർത്ത നൽകാനും മാധ്യമങ്ങൾക്ക് കേരളത്തിൽ ഉത്തരവാദിത്വമില്ലേ? അതുകൂടി ചേർത്ത് ഡോക്ടർ പ്രേംകുമാർ. മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ കേരളത്തിലുള്ളത് മാധ്യമങ്ങളാണോ മാധ്യമ പ്രവർത്തകരാണോ ഈ കോട്ടുകൂട്ടി ഇരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുള്ള ആളാണ് ഞാൻ ഇന്നലെ ക്ലാസ് എടുക്കുന്നതല്ല എങ്കിൽ പോലും ഞാൻ പറഞ്ഞിരുന്ന ചർച്ചയിൽ അരുൺകുമാറിനോട് പറഞ്ഞത്, നിങ്ങൾ ദയവേദി എക്സാലോജിക് സൊല്യൂഷൻസ്, ADCB, ദുബായ്, PWCയിൽ നിന്ന് ഫണ്ട് എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയരുത്. കാരണം ആ കമ്പനി ദുബായ് മീഡിയ കൗൺസിൽ കംപ്ലൈന്റ് കൊടുത്താൽ വിത്തിൻ അവേഴ്സ് നിങ്ങളുടെ ട്രാൻസ്മിഷൻ ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെടാം. മുന്നേ ഇതേ അവസ്ഥയിലേക്ക് മലയാളത്തിലെ കുറെ ചാനലുകൾ ചെന്നെത്തിയിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം ആരുടെയൊക്കെ കൈയും കാലും പിടിച്ച് കരഞ്ഞിട്ടാണ് അന്ന് രക്ഷപ്പെട്ടെന്നുള്ളത്. അന്ന് ഷാർജ സുൽത്താൻ കൈക്കൂലി വാങ്ങിയെന്ന് ഇവിടുന്ന് പിണറായി വിജയനെ കൂട്ടാൻ വേണ്ടി വിളിച്ചു പറഞ്ഞതായിരുന്നു. അത് അവിടെയുള്ള ചില ആളുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടുത്തെ ഓഫീസ് കൊടുത്തപ്പം ഇത് എയർ ചെയ്ത ചാനലുകളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. രക്ഷപ്പെട്ടതാണ് കഷ്ടിക്ക്. അതാ ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിൽ നിങ്ങൾ പറയുന്ന ഓർഡറിലല്ല ഇത് സംഭവിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് മനോരമയിൽ ആദ്യം വാർത്ത വരിക, അതിനുശേഷം ഷോൺ ജോർജ് പത്രസമ്മേളനം നടത്തുക, പിന്നെ VD സതീശൻ പറയുക. അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. VD സതീശന്റെ ഓഫീസിൽ നിന്ന് പ്ലാൻ ചെയ്യുക, അത് ഷോൺ ജോർജിന് ഇന്റിമേറ്റ് ചെയ്യുക, ഷോൺ ജോർജ് ആ വിവരം മനോരമയ്ക്ക് കൊടുക്കുക. എന്നിട്ട് മലയാളികൾക്ക് തോന്നുന്ന പോലെ ഇതിന്റെ റിവേഴ്സ് ഓർഡറിൽ ക്രിയേറ്റ് ചെയ്യാണ്. കാരണം 11 മണിക്ക് പത്രസമ്മേളനം നടത്തുമ്പോൾ ഷോൺ ജോർജ് പറയുന്നത് ഇന്ന് രാവിലെ ചില പത്രങ്ങളിൽ വന്നതുപോലെ എന്നാണ്. വൈകിട്ട് മനോരമ ന്യൂസിൽ ചർച്ച നടത്തിയിട്ട് ഷാനി പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ അഡ്വക്കേറ്റ് അരുൺകുമാറാണ് ഉണ്ടായിരുന്നത്. അത് നമ്മൾക്ക് ഇതിൽ അഭിപ്രായമൊന്നുമില്ല, നിങ്ങൾ അയാളെ വിളിച്ചെന്നൊന്നും ഇയാളെ വിളിച്ചെന്നൊന്നും നിങ്ങൾ തമ്മിൽ പറഞ്ഞുകൊള്ളൂ. അതായത് മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന ആളുകൾ വെറും മൈക്ക് ഓപ്പറേറ്റർമാരായി പോകുന്ന അവസ്ഥയിലേക്ക് ആണ് കാര്യങ്ങൾ. വലിയ ഉത്തരവാദിത്തമുള്ള മാധ്യമ പ്രവർത്തകർ. ഇനി അതിനേക്കാൾ രസം, അതായത് സെക്ഷൽ പെർവേർട്ട് ആണെന്ന് പല രീതിയിൽ തെളിയിക്കപ്പെട്ടിട്ട് ഒരു മനുഷ്യനെ പ്രതീക്ഷയുടെ പൊൻകിരണമായിട്ട് കാണുന്ന ആളാണ് മലയാളത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അവതാരകൻ. ഈ മാധ്യമങ്ങളെ പറ്റിയിട്ടാണ് ശരത് എന്നോട് ചോദ്യം ചോദിക്കുന്നത്, തിരുത്തേണ്ട ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്ക് ഇല്ലേ എന്നുള്ളത്. രാവിലെ വന്ന വാർത്ത വൈകുന്നേരമായിട്ടും എല്ലാവർക്കും റിസർച്ച് ഡെസ്കും ഫാക്ട് ചെക്കിങ്ങും എല്ലാ പരിപാടികളും ഉണ്ട്. പക്ഷെ വാർത്തകൾ കംപ്ലീറ്റ് കൊടുക്കുന്നത് സംഘപരിവാറിന്റെ ഓഫീസിൽ നിന്ന് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് VD സതീശന്റെ ഓഫീസിലെ മീഡിയ സെല്ല് വഴിയുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നതിൽ മഹാഭൂരിപക്ഷവും. അതുകൊണ്ടാണ് കേരളത്തിലുള്ള ഒരുവിധപ്പെട്ട പ്രധാന വാർത്തകളൊന്നും നമ്മൾ അറിയാത്തതും അല്ലാത്ത വാർത്തകളെല്ലാം അറിയുന്നതും. ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഈ എക്സാലോജിക് സൊല്യൂഷൻസ് എന്നുള്ള 5 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന 400-ലധികം ജീവനക്കാരുള്ള കമ്പനിയെ പറ്റി, മലയാളികളുടെ കമ്പനിയെ പറ്റി നമ്മൾ ഇതിന്റെ മുന്നൊരു പോസിറ്റീവ് വാർത്ത കേൾക്കേണ്ടതായിരുന്നു. അത് കേൾക്കില്ല എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നില്ല എനിക്കറിയില്ല. ഞാൻ പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ എന്നുള്ളത്. ഈ കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ UDFന്റെ നേതാക്കന്മാർക്ക് 2ാം സ്ഥാനത്ത് മീഡിയയിലുള്ള ആളുകൾക്ക് പിന്നെയുള്ള കുറെ ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്. അതായത് മറുനാടനിൽ തുടങ്ങി മലയാള മനോരമയിലൂടെ ഇങ്ങനെ പോകുന്ന മീഡിയയുടെ ആളുകള്, പിന്നെ കുറെ നമ്മൾ പോസ്റ്റ് മോഡേൺ, പോമോ, CPM നന്നാക്കികൾ എന്ന് പറയുന്ന സുഡാപ്പികൾ, പരിസ്ഥിതി, പ്രകൃതി, സാഹിത്യം എന്നൊക്കെ പറഞ്ഞ കുറെ ആളുകൾ ഏകദേശം ഭ്രാന്ത് വന്ന അവസ്ഥയിലാണ്. ഡെസ്പറേറ്റ് ആയിട്ട് ഫ്രസ്ട്രേഷന്റെ അങ്ങേ തലയിലെത്തിയിട്ട് ഭ്രാന്ത് വന്ന അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഇവരുടെ പല വർത്തമാനങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിത്തരിച്ചു പോകുന്നത്. അത് KS ഹരിഹരനെ പോലെയുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ലെഫ്റ്റിസ്റ്റ് പൊളിറ്റീഷ്യൻ എങ്ങനെയാണ് മഞ്ജു വാര്യരുടെ പോണോ വീഡിയോ കണ്ടാൽ നന്നായിരുന്നു എന്ന് പറയുന്നത്? എനിക്ക് ഒറ്റ ഉത്തരമേ അതിനുള്ളൂ. അദ്ദേഹം എത്തി നിൽക്കുന്ന പൊളിറ്റിക്കൽ ഫ്രസ്ട്രേഷൻ ആണ് അത് സൂചിപ്പിക്കുന്നത്. VD സതീശനെ പോലെ, ഞാൻ ഇപ്പോഴും പറയുന്നു, VD സതീശനെ പോലെ ഡോക്ടർ തോമസ് ഐസക്കിനോടൊക്കെ ബജറ്റിന്റെ വിശദമായ വിവരങ്ങൾ 3-4 മണിക്കൂർ ഇരുന്ന് ഡിബാറ്റ് ചെയ്തിരുന്ന VD സതീശനാണ് ഈ മാതിരി വിവരക്കേടും വിഡിത്തവും വിളിച്ചു പറയുന്നത്. അതായത് ഫ്രസ്ട്രേഷന്റെ പടുകുഴിയിലെത്തിയിരിക്കുന്നതാണ്. ഇത് ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഇത് ഇടതുപക്ഷത്തെ ദോഷകരമായാണ് ബാധിക്കുക. കാരണം ഇടതുപക്ഷത്തിന് ജനങ്ങളിൽ LDFന് CPM
മന്ത്രിസഭയ്ക്ക് ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസത്തെ ഒരു തരത്തിലും ഇത് തകർക്കില്ല. അത് സേഫ് ആണെന്ന് കരുതരുത്. കാരണം ശക്തിയില്ലാത്ത, ട്രാൻസ്പെറൻസി ഇല്ലാത്ത, റിലയബിൾ അല്ലാത്തൊരു പ്രതിപക്ഷവും അതുപോലുള്ള ഒരു മീഡിയയും ഉള്ള നാട്ടിൽ ഭരിക്കുന്ന പാർട്ടികൾ, ഭരിക്കുന്ന മുന്നണികളാണ് ക്രൈസിസിലാവുക. കാരണം അവരുടെ അലേർട്ട്നെസ്, ജാഗ്രത കുറവാണ് ഉണ്ടാവുക. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. പണ്ടൊക്കെ ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെയും ഖുറാന്റെ ഒക്കെ കഥകൾ ഒരു 2 മാസം 3 മാസം ഒക്കെ ഓടിയിട്ടാണ് കള്ളക്കഥകളാണെന്ന് അറിയാം. ഇപ്പൊ നിമിഷങ്ങൾ വെച്ച് പൊളിഞ്ഞു പോവുകയാണ്. നോക്കൂ, ഇയാളുടെ കുഴൽനാടന്റെ കേസ് പൊട്ടിപ്പൊളിഞ്ഞു, വിജിലൻസ് എന്ന് പറഞ്ഞിട്ട്. ഇന്നിത് ഷോണിന്റെ കേസ്. സത്യത്തിൽ വീണ തൈക്കണ്ടിയിൽ ഇവർ അഭിനന്ദിക്കുകയാണ് ഇതിലെ കഥാപാത്രങ്ങൾ ഇത്തരം സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കുന്നു. ശ്രീ പ്രേംകുമാർ, അതായത് ഇതിലൊരു പുതിയ കഥാപാത്രമായി ഷോൺ കൂടി എത്തി എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. കുറെ കാലമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിലേക്ക് ഇങ്ങനത്തെ ഒരു നില കൈവരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അദ്ദേഹം കൊടുത്ത ഹർജി പോലും കോടതി ഇന്ന് തള്ളിയ അവസ്ഥയാണ്. ഇതിലേക്ക് വരാൻ എന്തുകൊണ്ടും അതായത് വൃത്തികേട് എന്നുള്ളത്, ധാർമ്മികത ഇല്ലായ്മ എന്നുള്ളത്, തോന്നിവാസം പറയാനുള്ള ലൈസൻസ് എന്നുള്ള കാര്യത്തിൽ ഈ ടീമിലേക്ക്, അതായത് കേരളത്തിലെ UDFന്റെയും കുറെ എന്താ പറയാ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള പോലെ വിളിച്ചു പറയുന്ന മാധ്യമങ്ങളുടെയും ഇടയിലേക്ക് വരാൻ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും യോഗ്യൻ പൂഞ്ഞാർ സിംഹം PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് തന്നെയാണ്. അദ്ദേഹം അത് സംശയമില്ലാതെ തെളിയിക്കുകയും ചെയ്യുന്നുണ്ട്. കുഴൽനാടനേക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിലാണ് ഷോൺ ജോർജ്. അതുകൊണ്ട് തന്നെയാണ് VD സതീശൻ കുഴൽനാടനെ വിട്ടിട്ട് ഷോൺ ജോർജിനെ എംബ്രേസ് ചെയ്യുന്നത്. പക്ഷേ അത് കേരളത്തിൽ കോൺഗ്രസിനും ഓപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനും ഉണ്ടാക്കുന്ന നഷ്ടം അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഇവരോട് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ല. കാരണം ഇവരുടെ ബുദ്ധി നേരാവണ്ണം പ്രവർത്തിക്കുന്നത് അവസാനിച്ചിട്ട് എത്രയോ കാലമായി. ഒരു പച്ചക്കള്ളം പറഞ്ഞതാണിത്. പക്ഷെ പച്ചക്കള്ളം പറയുമ്പോ ദുബായിൽ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടായിപ്പോയി. ശരത്തൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ പേരിൽ അവിടെ ഒരു കമ്പനി ഇല്ലായിരുന്നുവെങ്കിൽ പിണറായി വിജയന്റെ ഉത്തരവാദിത്തം ആയേനെ. ഞാൻ അവിടേക്ക് ഫണ്ട് കൊണ്ടുപോയിട്ടില്ല തെളിയിക്കേണ്ടത്. അതെ, ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ. അത് വളരെ പ്രധാനമാണ്. പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഈ സംഭവങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വന്നപ്പോൾ പ്രതികരിച്ചപ്പോൾ പറഞ്ഞ വാചകം എനിക്ക് തോന്നുന്നു ഈ സ്പേസിൽ ഒന്നുകൂടി കാണേണ്ടതാണ്. ഇപ്പോൾ പ്രേംകുമാർ പറഞ്ഞതുമായി അതിന് വലിയ പൊരുത്തമുണ്ട്. ഒന്ന് കാണാം പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത്. പ്രൈസ് വാട്ടർ ഒന്ന്, വിദേശത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മറ്റൊരാൾക്കും ജോയിൻ്റ് ആയിട്ടൊരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിലേക്ക് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്നും SNC ലാവനിൽ നിന്നും പണം വന്നിരിക്കുന്നു എന്നാണ് ആരോപണം. ഇങ്ങനൊരു അക്കൗണ്ട് ഉണ്ടോ ഇല്ലേ എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണം. 1. 2, ഈ അക്കൗണ്ടിലേക്ക് ഈ പറയുന്ന പ്രധാനപ്പെട്ട കമ്പനികളിൽ നിന്ന് പണം വന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. ശരിയാണോ അല്ലെന്ന് അദ്ദേഹം പറയണ്ടേ? അദ്ദേഹമാണ് പറയേണ്ടത്. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ മകളുടെ പേരിൽ അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാവുകയും ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ടാവുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരാളുടെ ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ടാവുകയും അതിൽ നിന്ന് പണം വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ കാര്യമാണ്. അതുണ്ടോ ഇല്ലയെന്ന് അദ്ദേഹം വ്യക്തമാക്കണം. ആണെങ്കിൽ ഞെട്ടിക്കുന്ന ആരോപണം ആണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൻ്റെ അപ്പുറത്തേക്ക് പോവുകയാണ്. ശരിയാണോ അല്ലേ എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ഒരു അവകാശമുണ്ട്, അല്ലേ? മുഖ്യമന്ത്രിക്ക് ഒരു അവകാശമുണ്ട്. ശരിയാണോ അല്ലേ എന്ന് പറയാം. അദ്ദേഹം അത് പറയട്ടെ. നേരത്തെ സംഭവിച്ചതുപോലെ അത് ശരിയാണ് എന്ന് വരും. അതുകൊണ്ട് ഇവിടെയാണ് ഇപ്പോൾ പ്രേംകുമാർ പറഞ്ഞത് ശരിയാവുന്നത്. അതായത് ദുബൈയിൽ അങ്ങനെ ഒരു കമ്പനി ഇല്ലായിരുന്നുവെങ്കിൽ ഈ കഥയുടെ പുറത്ത് ഇന്നലത്തെ ചർച്ച ഇന്നും തുടർന്നേനെ. ഒരു രസകരമായ കാര്യം, ഇന്നലെ ചർച്ച ചെയ്ത ഒരു മാധ്യമവും ഇന്ന് ഈ വിഷയത്തിൽ ശരിയായ വിവരങ്ങൾ, വസ്തുതകൾ, ആ കമ്പനിയുടെ അക്കൗണ്ടുകൾ, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ചർച്ചയ്ക്കേ ഇല്ല എന്നതുകൂടി പറയട്ടെ. ഞാൻ ശ്രീ പ്രേംകുമാറിന് അടുത്ത ഊഴത്തിലേക്ക് വരുമ്പോൾ നമുക്കതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്യാം. ഇത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മുഖ്യമന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തണം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ആവശ്യമില്ല പ്രതിപക്ഷ നേതാവേ വസന്തേ. കാരണം നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈരളിയുടെ സ്ക്രീനിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് പോകുന്നുണ്ട്. ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാകാം ചർച്ചയ്ക്കിടയിൽ. ഞാനതൊന്ന് വേഗത്തിൽ വായിച്ചുകൊണ്ട് വസന്തിൻ്റെ റിയാക്ഷനിലേക്ക് വരാം. വീണ വിജയൻ്റെ എക്സാലോജിക് സൊല്യൂഷൻസുമായി ഒരു ബന്ധവുമില്ലെന്ന് ദുബൈയിലെ എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനി. ഷോൺ ജോർജ് ഉന്നയിച്ച ആരോപണങ്ങളിൽ പരാമർശിക്കുന്ന സ്ഥാപനം എക്സാലോജിക് കൺസൾട്ടിംഗ് അല്ല. 2013 ഷാർജയിൽ തുടങ്ങിയ സ്ഥാപനമാണിത്. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ്, SNC ലാവലിൻ എന്നിവരുമായി ബിസിനസ് ബന്ധങ്ങളില്ല. ഡയറക്ടർ ബോർഡിലും പേറോളിലും വീണ, സുനീഷ് എന്നീ പേരുകളിലുള്ള ആരുമില്ല. എക്സാലോജിക് സൊല്യൂഷൻ എന്ന പേരിലൊരു സ്ഥാപനം UAE പ്രവർത്തിക്കുന്നില്ലെന്നും സ്ഥാപന മേധാവികളായ സസൂൺ സാദിഖ്, നവീൻ കുമാർ എന്നിവർ ദുബൈയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിൻ്റെ വീഡിയോയും വന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊരു വാർത്തയായി പുറത്തു വരികയും ചെയ്യും. പൊളിഞ്ഞു പോയല്ലോ വസന്തേ.
ശ്രീ ശരത് ഒളിഞ്ഞു പോകാൻ വേണ്ടി നേരത്തെ ഈ ചർച്ചയിലെ 4 ഇടതു പ്രതിനിധികളിൽ ഒരാളായ പ്രേംകുമാർ പറഞ്ഞതുപോലെ ഇത് വി ഡി സതീശന്റെ ഓഫീസിൽ നിന്ന് കുക്കപ്പ് ചെയ്ത് വിട്ടിരിക്കുന്ന സ്റ്റോറിയൊന്നും അല്ലല്ലോ. അദ്ദേഹം എത്ര നിരുത്തരവാദപരമായാണ് ഒരു മാധ്യമ പ്രവർത്തകനെന്നോ നിരീക്ഷകനെന്നോ വേഷമിട്ട് വന്നിട്ട് പറയുന്നത് ഷോൺ ജോർജിന് വിവരങ്ങൾ കൊടുക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്നാണ്. ഷോൺ ജോർജ് ബി ജെ പിയുടെ ഒരു നേതാവാണ്. ബി ജെ പിയുമായി ആർക്കാണ് ബന്ധം എന്നൊക്കെ ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ ചർച്ച ഇവിടെ നിൽക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള പരാമർശങ്ങൾ പറയുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ചർച്ചയിൽ നല്ലത്. അല്ലെങ്കിൽ അങ്ങ് ഇടത് വക്താവ് അല്ലെങ്കിൽ LDF കൺവീനർ എന്ന പേരിട്ട് എന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന പേരിൽ പറയുമ്പോൾ നേരത്തെ നമ്മൾ ഇന്നലെ പറഞ്ഞ ഷോൺ ജോർജിന്റെ ആരോപണങ്ങൾക്ക് വസ്തുത വേണം എന്ന് പറയുന്ന പോലെ ഈ കാര്യങ്ങൾക്കും വസ്തുത ഉണ്ടാവണം. 1. 2, വളരെ കൃത്യമാണല്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. വെളിയിൽ വന്നിരിക്കുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അങ്ങിപ്പോ ആ VT പ്ലേ ചെയ്തത് നന്നായി. ആ VTയിൽ വളരെ കൃത്യമായി പ്രതിപക്ഷ നേതാവ് പറയുന്നു, കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് പറയുന്നു ഈ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അത് ഞെട്ടിക്കുന്നതാണ്. വസന്ത, അത് ആദ്യ വാചകത്തിലേ ഉള്ളൂ. പിന്നീട് അദ്ദേഹം സംസാരിക്കും തോറും അദ്ദേഹം ഉള്ളിലേക്ക് ആരോപണത്തെ എടുത്തു കഴിഞ്ഞു. ആ ആരോപണത്തെ എടുത്ത് കഴിഞ്ഞ വ്യക്തി എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിയിലേക്ക് അദ്ദേഹം ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് മുഖ്യമന്ത്രി ഏതാണ്ട് ഒന്ന് നന്നാക്കി എടുത്തു കളയാം എന്ന മട്ടിലൊരു ഉപദേശ സ്വഭാവത്തോടുകൂടി മുഖ്യമന്ത്രി പറയട്ടെ, വളരെ നിഷ്കളങ്കമായി പറയുകയാണ്. ഇനി അതിന് പോലും സ്കോപ്പില്ല വസന്തേ, കാരണം ആ കമ്പനിയും പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ സ്ക്രീനിൽ കാട്ടി. ഇപ്പോൾ ആ കമ്പനിയുടെ വിശദീകരണവും വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി മുഖ്യമന്ത്രി ഒന്നും പറയേണ്ട കാര്യമില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ കേസാണ് ഇല്ലാതായത്. വസന്ത്, അല്ല, ഒരിക്കലും അല്ല. അങ്ങനെ ഒരു കേസില്ലല്ലോ. പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയിൽ പോയോ? ഈ പാനലിൽ കേസ് എന്ന് പറയുന്നത് കോടതിയിലെ കേസ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം എടുത്തൊരു സ്റ്റാൻഡ് എന്നേ ഉദ്ദേശിച്ചത്. ഇതിൽ BJP നേതാവായിട്ടുള്ള ശ്രീ ഷോൺ ജോർജ് ആണ് ഇത്തരത്തിലൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ കൂടെ ഇതുകൂടി ആഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുന്നു. കോടതി ആ കേസ് സെറ്റിൽ ചെയ്യുകയാണ് ഉണ്ടായത്. അല്ല, കേൾക്കൂ, ഞാൻ പറയാലോ. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിലെ 4 ഇടതു പ്രതിനിധികൾ എന്ന് പറഞ്ഞത്. ഈ ചർച്ചയിൽ ഷോൺ ജോർജോ ആരോപണം ഉന്നയിച്ച ഷോൺ ജോർജോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ ഇല്ല. കള്ളം പറഞ്ഞ ആളുകളുടെ ആവശ്യമില്ലെന്നേ. കള്ളം പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച ഒരു സമൂഹത്തെ ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിച്ച ഒരു കള്ള കഥ പ്രചരിപ്പിച്ചവർക്ക് എന്ത് സ്കോപ്പും എന്ത് സ്പേസുമാണ് യഥാർത്ഥത്തിലുള്ളത്? അല്ലാതെ പറയട്ടെ, അതാണ് ഞാൻ പറഞ്ഞത്. ആ ആരോപണം ശരിയാണെങ്കിൽ അത് കേരളത്തെ ഞെട്ടിക്കുന്നതാണ് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയുടെ വക്താവായി ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി 4 പേരും, നിങ്ങൾ 4 പേരും ഈ ഡിബേറ്റിന്റെ എക്സാലോജിക് സൊല്യൂഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് എന്റേതായിട്ടുള്ള സമയം തന്നില്ലെങ്കിൽ ഞാൻ മിണ്ടുന്നേ ഇല്ല. നിങ്ങൾ 4 പറയുക, ഞാൻ കേട്ടിരിക്കാം. ഏതായാലും ഞാൻ വന്നുപോയല്ലോ, അപ്പൊ ഞാൻ കേട്ടിരിക്കാം. എനിക്ക് പറയാനുള്ള സമയം തരണം. 1, ആ കേസ് കോടതിയിൽ നിന്ന് സെറ്റിൽ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താണ് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ, അരുൺകുമാറും പ്രാക്ടീസിംഗ് ലോയാണ്, ഞാനും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. വളരെ കൃത്യമായി കോടതി പറയുന്നു, SFIO അന്വേഷണം നടക്കുമ്പോൾ തൽക്കാലം പുതിയൊരു അന്വേഷണത്തിന്റെ സ്കോപ്പില്ല. ആ അന്വേഷണം നടക്കട്ടെ എന്നാണ് കോടതി പറയുന്നത്. നല്ല കാര്യം. ഇനി ഇന്ന് ഷോൺ ജോർജ് ഉച്ചയ്ക്ക്, ഞാൻ ഈ ചർച്ചയ്ക്ക് മുമ്പ് കണ്ട 2-3 ബീറ്റുകളിൽ ഷോൺ ജോർജ് ആണ് ഈ ആരോപണം കൊണ്ടത്. അപ്പൊ അദ്ദേഹത്തെ വിശ്വസിക്കുക അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന നിലപാട് കേൾക്കുക എന്നുള്ളതാണ് തൽക്കാലം നമുക്ക് പോസിബിൾ ആയുള്ള കാര്യം. അല്ലെന്ന് തെറ്റാണ്. അയാൾ പറഞ്ഞത് കളവാണെന്ന്. അത് പിന്നെ എങ്ങനെ വിശ്വസിക്കും? വസന്ത് വേണേ വിശ്വസിച്ചോളൂ. 1, വസന്ത് വിശ്വസിച്ചോളൂ. 2, ഇതേ കോടതിയിൽ ഇതേ റിട്ട് പെറ്റീഷനിൽ ഷോൺ എന്താണ് കൊടുത്തത്? ഈ അക്കൗണ്ടിന്റെ വിവരങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ സെറ്റിൽ ചെയ്തു എന്ന് പറയുന്ന ഇത് എങ്ങനെ നിലനിൽക്കും? കാരണം അക്കൗണ്ടിന്റെ വിവരങ്ങൾ കൊടുത്ത ഹർജിക്കാരൻ അതിൽ ഉറച്ചു നിന്നാൽ, അല്ലെങ്കിൽ അത് പരിശോധിക്കേണ്ടേ കോടതി, അല്ലെങ്കിൽ അതിൽ കമന്റ് ഉണ്ടാവണ്ടേ? ഇതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാണ് വസന്ത്? എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം ഒരു ലോയറാണ്, അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ അറ്റവും തുമ്പുമില്ലാത്ത ഒരു ആരോപണമായിട്ട് വന്നിട്ട് കോടതി ശകാരിക്കാത്തത്? അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചോദിക്കണ്ടേ? എന്തുകൊണ്ടാണ് കോടതി അതെടുത്ത് കുപ്പയിലേക്ക് വലിച്ചെറിയാഞ്ഞത്? അതുകൊണ്ടാണ് അതാണ് അരുൺ പറഞ്ഞല്ലോ, അത് തള്ളിയതാണ്. അതിന് കൊടുത്ത അക്കൗണ്ടിൻ്റെ ഏറ്റവും ഗുരുതരമായ അഴിമതി പണം എത്തിയ ദുബൈയിലെ ബാങ്കിലെ അക്കൗണ്ടിൻ്റെ വിശദാംശങ്ങൾ ഹർജിക്കാരൻ കൊടുത്തിട്ടും കോടതി അത് മുഖവിലക്കെടുത്തില്ല എങ്കിൽ അത്രയേ അതിനകത്തുള്ളൂ എന്നുള്ളതാണ്. അത് കളവാണ് എന്ന് കേരളത്തിൽ നിന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. കോടതിക്ക് മനസ്സിലായി, നാട്ടുകാർക്കും മനസ്സിലായി. ഒരിക്കലും കേൾക്കൂ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കംപ്ലീറ്റ് ഒരു പോയിന്റ് സാറേ, നമ്മൾ തമ്മിലല്ലേ ഈ സംസാരിക്കുന്നത്, വേറെ ആരും ഇടപെടുന്നില്ല. വസന്ത് പറഞ്ഞോളൂ, അത് ഓരോ സെന്റൻസിലും പറയണ്ട, നിങ്ങൾ ഇഷ്യൂവിലേക്ക് വരൂ. ഇടപെടുകയാണ്. ഞാൻ ഇടപെടും, നിശ്ചയമായി ഇടപെടും. കണ്ടന്റിലല്ലേ നമ്മൾ സംസാരിക്കുന്നേ. ഇന്ന് ഉച്ചയ്ക്ക് ഷോൺ ജോർജ് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു, എനിക്ക് അദ്ദേഹത്തെ വിശ്വസിക്കേണ്ട കാര്യമില്ല, ഞാൻ അദ്ദേഹത്തെ ഓൺ ചെയ്യുന്ന ആളുമല്ല. പക്ഷെ ആ ആരോപണം കൊണ്ടുവന്ന ആൾ പറയുന്നു, ഞാൻ പറഞ്ഞത് ഈ എക്സാലോജിക് വീണയുടെ എക്സാലോജിക്കിനെ പറ്റി തന്നെയാണ്. അങ്ങനെ ഒരു കമ്പനി അവിടെ ഉണ്ട്, അതിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഇന്നലെ ഞാനടക്കം പങ്കെടുത്ത വിവിധ ചർച്ചകളിൽ അദ്ദേഹം വന്നിരുന്നു പറയുന്നു,
പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്ന് വസന്ത അത് കഴിഞ്ഞു. ഇന്ന് പറഞ്ഞോ? എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ പഴങ്കഥ പറയാതെ അത് കളവാണെന്നേ. ഇന്ന് പറഞ്ഞോ? ഇന്നലെ അത് ഏറ്റെടുത്ത മഹാന്മാർ, ഇന്നലെ അത് ഏറ്റെടുത്തവർ ഇന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഇന്നാണത് കളവാണ്. ഇന്നലെ രാത്രി മുതലാണ് കുറെ കൂടി ബോധ്യപ്പെട്ടതെന്നിരിക്കെ വസന്ത് ഇന്നാരെങ്കിലും അത് പറഞ്ഞോ? പ്രതിപക്ഷ നേതാവ് അതിൽ ഉറച്ചു നിന്നോ? അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ആ ആരോപണത്തിൽ ഉറച്ചു നിന്ന് പുതിയ സ്റ്റേറ്റ്മെന്റ് നടത്തിയോ? ഇല്ലല്ലോ. ഷോൺ ഇന്ന് പറഞ്ഞോ? ഇന്നലത്തെ ആരോപണം ആവർത്തിച്ചോ? ഇന്ന് കേൾക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞ PWCയിൽ നിന്ന് $3.5 ലക്ഷം ട്രാൻസാക്ഷൻ വീണ തൈക്കണ്ടിയും അദ്ദേഹത്തിന് മുൻ ഭർത്താവും ജോയിന്റ് സിഗ്നേറ്ററീസ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി അത് PMLA അടക്കം അട്രാക്ട് ചെയ്യുന്ന വകുപ്പുകളാണ്. ഏത് കമ്പനി? ആ ബാങ്ക് അക്കൗണ്ട് ഏത് കമ്പനിയുടെ പേരിലാണ് വസന്ത്? എന്റെ ശരത്തെ ഷോൺ ജോർജിനെ കിട്ടില്ലെന്ന് പറഞ്ഞ് ഷോൺ ജോർജിന്റെ ആരോപണം പറയാനല്ല നിങ്ങൾ പറഞ്ഞത് വെച്ചാണ് ഞാൻ ചോദിക്കുന്നത്. PMLA അട്രാക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അബുദാബിയിലെ അക്കൗണ്ട്, ആ കമ്പനിയുടെ പേരെന്താണ്? വസന്ത് പരിശോധിച്ചിട്ടുണ്ടോ? നിങ്ങൾ അത് കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ ചോദിച്ചത്. അത് രണ്ടാണ് വസന്തേ. അങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല. ഞാൻ അത് വസ്തുതാപരമായ ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. അല്ല, ആ വസ്തുത അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തോ? ഈ പറഞ്ഞ എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനി എന്നതാണ് ദുബൈയിലേത്? അത് വീണയുടേതല്ല. വീണയുടെ എക്സാലോജിക് ബാംഗ്ലൂർ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. ഈ പറയുന്ന യാഥാർത്ഥ്യത്തെ വസന്ത് അക്സെപ്റ്റ് ചെയ്തോ? ഞാൻ ചോദിച്ചത് വേറൊരു കാര്യമില്ലേ? റൈറ്റ്. ശ്രീ അരുൺകുമാർ, അത് മുട്ടാപ്പോക്കിൽ നമ്മൾ അങ്ങനെ സംസാരിച്ചു. നമ്മൾ കണ്ടന്റിൽ നിന്ന് വളരെ കൃത്യമായി പറയുകയാണ്. ആ കമ്പനി ഇവിടെ കോൺഗ്രസ് പ്രതിനിധി വസന്ത് എടുക്കുന്ന സ്റ്റാൻഡ്, അരുൺ, ഈ കേസ് സെറ്റിലായതാണെന്നാണ് ഇവിടെ വസന്ത് പറയുന്നത്. ഇല്ല, ഒരിക്കലുമല്ല. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ ഷോൺ ജോർജ് ഉന്നയിച്ച പ്രയർ, ഒരു റിട്ട് പെറ്റീഷന്റെ പ്രയർ, ആ പ്രയറിൽ സെക്ഷൻ 210 കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ കേസ് പരിഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ കമ്പനി കുറിച്ച് അന്വേഷിക്കാൻ സെക്ഷൻ 210 പ്രകാരം ഉത്തരവായി. ആ ഉത്തരവായത് കൃത്യമായി പറഞ്ഞാൽ 2024 ജനുവരി മാസം 12-ാം തീയതിയായിരുന്നു. ആ ഉത്തരവായതിനു ശേഷമാണ് ആ റിട്ട് പെറ്റീഷൻ അമെൻഡ് ചെയ്ത് സെക്ഷൻ 212 പ്രകാരം FSIO കൊണ്ട് അന്വേഷിക്കണമെന്ന് അമെൻഡ് ചെയ്തു. അതും അന്ന് കേസ് പരിഗണിച്ച ബെഞ്ച് അലൗ ചെയ്തു. അതിനുശേഷം 2024 ജനുവരി മാസം 31-ന്, അതായത് ഷോൺ ജോർജ് BJPയിൽ ചേർന്നതിന് 2 ദിവസങ്ങൾക്ക് ശേഷം FSIO അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ റിട്ട് പെറ്റീഷനിലുള്ള എല്ലാ പ്രയറും അനുവദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷമാണ് ഈ വരുന്ന മെയ് മാസം 27-ാം തീയതി അതിൽ കൊണ്ടുപോയി ഒരു പെറ്റീഷൻ ഇടുന്നു. ആ പെറ്റീഷനിൽ ഷോൺ ജോർജ് തന്നെ FSIOയ്ക്ക് കൊടുത്ത ഒരു പരാതിയാണ് കോട്ട് ചെയ്യുന്നത്. ആ പരാതി കൊടുത്തത് മെയ് 27-നാണ്. മെയ് 28-നാണ് ഈ ഇന്റർലോക്യൂട്ടറി ആപ്ലിക്കേഷൻ കൊണ്ടുവന്ന് ഫയൽ ചെയ്തു. ഇന്ന് 30-ാം തീയതി ആ കേസ് വരുമ്പോൾ എടുത്ത വഴി തന്നെ ഈ കേസ് ഇൻഫ്രക്ചസ് ആയി. ഇതിൽ പറഞ്ഞ എല്ലാ പ്രയറും അനുവദിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കേസ് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് കോടതി തീരുമാനിക്കുകയും ഈ പറഞ്ഞ പുതിയ പെറ്റീഷനെ കുറിച്ചോ ഈ പറഞ്ഞ ഇന്നലെ പത്രസമ്മേളനം നടത്തിയ വസ്തുതകളെ കുറിച്ചോ ഒന്നും ഷോൺ ജോർജിന്റെ അഭിഭാഷകൻ ഒരു അക്ഷരം പോലും പറയാൻ അനുവദിക്കാതെ കോടതി ഈ കേസ് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. അതായത് ഷോൺ ജോർജിന് ഒരു തരത്തിലും ഈ കോടതിയെ ശ്രദ്ധയിൽപ്പെടുത്തുവാനോ ഏതെങ്കിലും തരത്തിൽ രേഖ ഹാജരാക്കുവാനോ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം കൊടുത്ത ഒരു കംപ്ലൈന്റ് കോപ്പി അദ്ദേഹം ഹാജരാക്കുന്നു. അതിൽ ഒരു വസ്തുതയും ഇല്ലാത്തത് കൊണ്ട് കോടതി അത് ക്ലോസ് ചെയ്യുന്നു. അല്ലാതെ ഒരു തരത്തിലും നിയമപരമായി ഏതെങ്കിലും ഒരു പോയിന്റ് റൈസ് ചെയ്യുവാനോ കോടതിയുടെ ശ്രദ്ധ ആകർഷിക്കുവാനോ ഒരു തെളിവിന്റെ കണിക പോലും ഇല്ലാതെ ഒരു ആരോപണം ഉന്നയിക്കുക. വസന്ത് എന്താണ് ചോദിക്കാനുള്ള അരുണിനോട്? അരുണിനോട് ചോദിക്കേണ്ട കാര്യമില്ല. അരുൺ അതിനെക്കാളും സീനിയർ അഡ്വക്കേറ്റ് ഒന്നുമില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ നിയമ ഇതിന്റെ ആവശ്യമില്ല. ആ ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ചോളാം. ഞാൻ പറഞ്ഞത് കോടതി നിങ്ങൾക്ക് എന്താ തർക്കം എന്നല്ലേ ചോദിച്ചത്? എഴുതാപ്പുറം എന്തിനാണ് വസന്ത്? ഞാൻ അങ്ങനെ വല്ലതും ചോദിച്ചോ? നിങ്ങൾ എന്താണ് ഈ സംസാരിക്കുന്നത്? ഞാൻ നിയമോപദേശം കേൾക്കാൻ ഞാൻ പറഞ്ഞു. വസന്ത് അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് തർക്കം? കോൺഗ്രസിന്റെ പ്രതിനിധിയെ വിളിച്ചിരുത്തുക, കോൺഗ്രസിന്റെ സ്റ്റാൻഡ് പറയാൻ അവസരം തരില്ല. പിന്നെ എന്തോന്നും നിങ്ങൾ അതിൽ സംസാരിക്കുന്ന ശബ്ദം കേട്ടതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വസന്തേ, നിങ്ങളുടെ ശബ്ദം കേട്ടതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് എന്താണ് ചോദിക്കാനുള്ളതെന്ന്. നിങ്ങളുടെ ശബ്ദം നിങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ തർക്കമുണ്ടോ? താങ്കൾ പറഞ്ഞൊരു പോയിന്റ്
ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴും ഞാൻ അക്ഷമനായി കാത്തിരിക്കുന്നത് നിങ്ങൾ 4 പേരും നിങ്ങൾ ഈ 4-3 കഥ പറയാം. നിങ്ങൾ ഇതിൽ പറയും, നിങ്ങളുടെ അഭിപ്രായം പറയും. അദ്ദേഹം പറഞ്ഞതിൽ തർക്കമുണ്ടോ? അനുവദിച്ചിട്ടില്ല. വീണ്ടും ചോദിക്കുകയല്ലേ, അദ്ദേഹം പറഞ്ഞതിൽ തർക്കമുണ്ടോ? ഒന്നാമത് റേഞ്ച് പോകുന്നുണ്ട്, നിങ്ങൾ സൂമിലാണ്, കേൾക്കാനാവുന്നില്ല. സൂം നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. നിങ്ങൾക്ക് തർക്കമുണ്ടോ അരുൺ പറഞ്ഞതിൽ? പറയും. എനിക്ക് പറയാമല്ലോ. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. ഞാൻ ഒന്ന് പറഞ്ഞത് അരുണിന്റെ നിയമോപദേശത്തിന്റെ അദ്ദേഹത്തിന്റെ ഉപദേശത്തിന്റെ ആവശ്യം എനിക്കില്ല. ഞാൻ ഇടപെട്ടത് വളരെ SFIO അന്വേഷണം നടക്കുന്നു ഈ പറയുന്ന വിഷയങ്ങളിൽ അടക്കം, അതായത് നടന്നിരിക്കുന്ന ബാങ്കിങ് ട്രാൻസാക്ഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ നിങ്ങളുടെ പ്രയർ ഓൾറെഡി ഒരു കംപ്ലൈന്റ് ആയി SFIO അന്വേഷണം നടത്തുകയാണ്. അപ്പോൾ പിന്നെ ഇത് എടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അല്ലാതെ കോടതി നിങ്ങളുടെ വാദങ്ങളിൽ കഴമ്പില്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അത് അരുണ് മനസ്സിലാവാത്ത എന്താണെന്ന് എനിക്കറിയില്ല. അതല്ല, ഓക്കെ ഞാൻ വരാം, ഞാൻ താങ്കളിലേക്ക് വരാം. പക്ഷേ ഇവിടെ വന്ന പ്രശ്നം അതല്ല. ആ റിട്ട് പെറ്റീഷനകത്ത് ഒരു ഉപഹർജി കൊടുക്കുന്നു. ആ ഉപഹർജിയിലാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിലടക്കം പറഞ്ഞ പോലെ ഈ കമ്പനിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്, കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഉപഹർജിയിൽ ഗൗരവം കണ്ടാൽ കോടതിക്ക് ആ ഹർജി നിലനിർത്തിക്കൊണ്ട് തന്നെ അതിലേക്ക് പോകാം. പക്ഷേ അത് കോടതി ചെയ്യാത്ത വിധം അത് ഡിസ്പോസ് ചെയ്തു, തള്ളിക്കളഞ്ഞു. ആ നിലയിൽ ഷോണിൻ്റെ ആർഗ്യുമെൻറ്റ് കോടതിയിലും മുന്നോട്ട് പോയില്ല എന്നേ പറഞ്ഞുള്ളൂ. അതിൽ വസന്തിന് യാതൊരു സ്റ്റേക്കും ഇല്ല. കാരണം താങ്കൾ അദ്ദേഹത്തിൻ്റെ വക്കീലല്ല, താങ്കളൊരു കോൺഗ്രസ് നേതാവാണ്, അതും എനിക്കറിയാം. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതിലെ ജനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ. ഞാൻ ശ്രീ പ്രേംകുമാർ, ഒരു കാര്യം കൂടി, നേരത്തെ VD സതീശനെ കുറിച്ച് താങ്കൾ ഉന്നയിച്ച വിമർശനം അത് വസന്ത് പൂർണ്ണമായും നിരാകരിച്ചു കഴിഞ്ഞു. വളരെ ക്വിക്കായിട്ട് റെസ്പോൺസ് എടുത്താൽ ഞാൻ വീണ്ടും ശ്രീ തോമസ് ഐസക്കിലേക്കൊന്ന് പോകാം. അല്ല, VD സതീശനെ കുറിച്ച് ഞാൻ ഉന്നയിച്ച ആരോപണം വസന്ത് എങ്ങനെയാണ് നിരാകരിക്കുക? വസന്തിന് എന്തറിയാം? ഞാൻ പറഞ്ഞത് മനോരമയിൽ തുടങ്ങി ഷോൺ ഏറ്റെടുത്ത് VD സതീശൻ അവസാനം കമന്റ് ചെയ്ത സാധനമായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് VD സതീശന്റെ ബുദ്ധിയിൽ വന്ന സാധനം ഷോൺ ജോർജിനോട് പറഞ്ഞിട്ട് അദ്ദേഹം അത് മനോരമയോട് പറഞ്ഞിട്ട്, ആ ഭാഗം ക്ലിയർ ആണ്. ഷോൺ മനോരമയോട് പറഞ്ഞത് മനോരമയിൽ വന്നതിന് ശേഷം ഷോൺ പത്രസമ്മേളനം നടത്തുക എന്ന രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഞാനത് ഉത്തരവാദിത്തോട് തന്നെ പറയുന്നു. നിങ്ങൾ പറയുന്ന ന്യായം വെച്ച് പറയട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ തെളിയിച്ചോളൂ, അല്ലെങ്കിൽ എനിക്ക് ഇതിനെ കേസ് കൊടുക്കും. കഴിഞ്ഞില്ലേ? കാര്യം കഴിഞ്ഞില്ലേ? വസന്ത് ക്ലിയർ ആവുന്നില്ല. എന്താ ചോദിച്ചത് അദ്ദേഹത്തോട്? പ്രേംകുമാർ ഉത്തരം പറയാൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വരുമോ? അതിന് മാത്രമൊന്നും പ്രേംകുമാർ വളർന്നിട്ടില്ല. ശ്രീ പ്രേംകുമാർ, അങ്ങ് പറയുന്ന വളർച്ചയുടെ പ്രശ്നമാണ് ക്രോണോളജിയെ തിരിച്ചു അല്ല, ആ ക്രോണോളജി അങ്ങ് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. അതായത് അങ്ങ് വളരെ കൃത്യമായി ചർച്ചയിൽ പറഞ്ഞത് ഷോൺ ജോർജിന് വിവരങ്ങൾ സപ്ലൈ ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്നാണ്. എന്ത് അടിസ്ഥാനമാണ്? അതിലാണ് അദ്ദേഹത്തിന്റെ തർക്കം. എന്ത് അടിസ്ഥാനമാണുള്ളത്? ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. ഈ വിഷയത്തിൽ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ കരുതുന്നത്, ഞാൻ ആരോപിക്കുന്നത് ഈ പ്ലോട്ട് ഹാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത് VD സതീശന്റെ ഓഫീസിലെ ബുദ്ധിയിൽ നിന്നാണ്. അതിനുശേഷം ഷോൺ ജോർജ് പറയുകയാണ്, എന്നിട്ട് മനോരമയിൽ വാർത്ത വരികയാണ്. അല്ലെങ്കിൽ ഷോൺ ജോർജ് പറഞ്ഞ ഇത്രയും അടിസ്ഥാനരഹിതമായ ഒരു BJP നേതാവ് പറഞ്ഞ സാധനം വിത്തിൻ അവേഴ്സ് VD സതീശനെ പോലുള്ള ഒരാൾ ഏറ്റെടുത്ത് പറയില്ല എന്ന് ഞാൻ കരുതുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിച്ചോളുന്നേ. അത് അവിടെ നിർത്താനേ തൽക്കാലം നമുക്ക് പറ്റൂ. ഞാൻ ശ്രീ തോമസ് ഐസക്കിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ തോമസ് ഐസക്, മലയാള മനോരമയുടെ 29-ാം തീയതിയിലെ ആദ്യത്തെ വാർത്തയ്ക്കൊപ്പം ഒരു ബോക്സിൽ താങ്കളെ കൂടി സ്നേഹിച്ചിട്ടുണ്ട്. EDക്ക് വിവരം കിട്ടിയത് കിഫ്ബി അന്വേഷണത്തിനിടെ എന്നാണ് അതിൻ്റെ തലക്കെട്ട്. ആ തലക്കെട്ടിൽ പറയുന്നത്, താങ്കൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കിഫ്ബിയുമായി നേരിട്ട് ബന്ധമില്ലാത്തവരുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തേടുന്നത് സ്വകാര്യതയുടെ ലംഘനമാണെന്ന വാദം ഉയർത്തിയിരുന്നു. വാദം ഉയർത്തുക മാത്രമല്ല, ഇതിലെല്ലാം താങ്കളുടെ വാദം ശരിവെച്ചുകൊണ്ട് ഹൈക്കോടതി എല്ലാ ഘട്ടങ്ങളിലും EDയുടെ രാജ്യത്തെ തന്നെ ഇത്തരം നിയമവിരുദ്ധ നടപടികളെ പ്രതിരോധിക്കാൻ നിയമപരമായി കഴിഞ്ഞിട്ടുള്ള സെലിബ്രേറ്റഡ് കേസ് തോമസ് ഐസക്കിൻ്റെതാണ്. അത് മനോരമയുടെ വാർത്തയല്ല കേട്ടോ, അത് ഇൻവെർട്ടഡ് കോമയിലോ അല്ലെങ്കിൽ ബ്രാക്കറ്റിലോ ഞാനിപ്പോൾ പറഞ്ഞതാണ്. അതാണ് രാജ്യവും കണ്ടിട്ടുള്ള തോമസ് ഐസക്കിൻ്റെ ആ കേസിൻ്റെ ആ പോരാട്ടത്തിൻ്റെ സവിശേഷത. അത് ബ്രാക്കറ്റിലാണ്, മനോരമയ്ക്ക് അതിൻ്റെ ക്രെഡിറ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ വിവരങ്ങൾ തേടുന്നത് സ്വകാര്യതയുടെ ലംഘനമാണെന്ന വാദമുയർത്തിയിരുന്നു. എന്നാൽ ഈ വ്യക്തികളും കുടുംബാംഗങ്ങളും ആരാണെന്ന് താങ്കൾ വ്യക്തമാക്കിയിരുന്നില്ല. അതിലൊരു എവിടെയോ ഒരു ദുരൂഹതയുടെ ഒരു സ്പൈസി എലമെൻറ്റ് ആർക്കും ഊഹിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട്, മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഈ എക്സാലോജിക് ഇഷ്യൂവിലേക്ക് പൊളിഞ്ഞുപോയ കേസാണ്. ആ വാർത്ത തന്നെ പൊളിഞ്ഞു, ആരോപണം പൊളിഞ്ഞു, കോടതിയിലും അത് ചിലവാകാതെ പോയി. അത് വേറെ കാര്യം. താങ്കളെയും അതിനകത്തേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരു ദുസൂചനയോടെ. അതിന് എൻ്റെ പേരും വലിച്ചടിച്ചിട്ടുണ്ട്. അത് എനിക്ക് എങ്ങനെയാണ് ഏത് സംഗത്യമാണ് എൻ്റെ പേര് വരുത്താനെന്നുള്ളത് അത് ബോക്സായിട്ടാണ് കൊടുത്തിട്ടുള്ളത്.
മനോരമ പത്രത്തിൻ്റെ ഇന്നലത്തെ റിപ്പോർട്ടിൽ ഒരു ബോക്സ് ഐറ്റമായിട്ട് എന്തത് ഈഡിയുടെ ശ്രദ്ധയിലും ഇങ്ങനെ ബാംഗ്ലൂര് കമ്പനിക്ക് ദുബായിൽ ഒരു സ്ഥാപനമുള്ളതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ആ സ്ഥാപനം ശ്രദ്ധയപ്പെട്ടത് തോമസ് ഐസക്ക് ബന്ധമുള്ള കിഫ്ബി മസാല ബോണ്ടിലുള്ള ഏർപ്പാട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വേള 1 വർഷം മുമ്പാണ് ബന്ധം കണ്ടെത്തിയത്. ഇതിലേക്ക് ഇങ്ങനെയുള്ള ഇതിൽ തോമസ് ഐസക്ക് കോടതി കേസ് കൊടുത്തപ്പോൾ കിഫ്ബിയുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ പേരിലുള്ള കണക്കുകളും കാര്യങ്ങളും ഒക്കെ അറിയണമെന്ന് പറഞ്ഞത് ചോദ്യം ചെയ്തു. സ്വകാര്യതയിലേക്കൂടെ കടന്നുകയറ്റമാണെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്തു. ഇപ്പോഴും ആരൊക്കെയാണ് ഈ അടുത്ത ബന്ധുക്കളെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്നാ പറയണത്. എങ്ങനെയാണ് ദുരൂഹത സൃഷ്ടിക്കാൻ പറ്റുന്നത് നോക്കുന്നത്. അത്രയും പറഞ്ഞാൽ നിർത്തിവെച്ചിരിക്കുന്നത്. പിന്നീടാണ് ഇന്നലത്തെ TV ചർച്ചയിൽ ആരോപണം വന്നത്. എന്ത് SNC ലാവലിൻ്റെ ഉപകമ്പനിയായ പെൻഷൻ കമ്പനി കനേഡിയൻ എന്തൊരു ആനമംഗത്രയും പറയണേ. SNC ലാവലിൻ്റെ കുറച്ച് ഷെയർ ഇവർ വാങ്ങിയിട്ടുണ്ട്. ഈ കനേഡിയൻ പെൻഷൻ കമ്പനി. കനേഡിയൻ പെൻഷൻ കമ്പനി വെച്ചാൽ നാട്ടിലെ പെൻഷൻകാരുടെ ഫണ്ടുകളെല്ലാം വിവിധ കമ്പനികളുടെ ഷെയറുകളിലും ഡീബഞ്ചറുകളിലും ബോണ്ടുകളിലും നിക്ഷേപിച്ച് അതിന് വരുമാനം ഉണ്ടാക്കി പെൻഷൻകാർക്ക് കൊടുക്കുന്ന. അതുകൊണ്ട് ഈ കാശ് കൈവച്ചുകൊണ്ടിരിക്കില്ല. അവർ സ്ഥിരമായിട്ട് ഷെയറുകളിലും മറ്റും നിക്ഷേപിക്കുന്നവരാ. അങ്ങനെ SNC ലാവലിൻ്റെ ഷെയർ നിക്ഷേപിച്ച് കാണും. എനിക്കറിഞ്ഞൂടാ. നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ പറയേണ്ട എന്താ? ഏറി വന്നാൽ പറയേണ്ടത് SNC ലാവലിൻ ഈ കമ്പനിയുടെ പെൻഷൻ ഫണ്ടിൻ്റെ കമ്പനിയാണെന്നല്ലേ പറയേണ്ടത്. അല്ല, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലോ. നേരെ തിരിച്ചാക്കി SNC ലാവലിൻ്റെ ഉപകമ്പനിയായ പെൻഷൻ ഫണ്ട് അവർ 9.7% ബോണ്ട് മേടിച്ചത്. 6% തരാൻ ആളുണ്ടായതിന് അത് മേടിക്കാതെ കൊടുത്തു. ഇപ്പോൾ 3.7% മാർജിനാ. ഈ പണമാണ് അത്രേ അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുന്നത്. ഇത് TV ഡിബേറ്റിൽ പറയുക. പ്രാഥമിക വിവരം പോലും ഇല്ലല്ലോ. ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ബോണ്ട് ആദ്യം വിൽക്കുമ്പോൾ അതിന് കൃത്യമായ ചിട്ടകളുണ്ട്. പിന്നീട് മേടിച്ച ആൾക്ക് വിൽക്കാം, മാർക്കറ്റിൽ വാങ്ങുകയും ചെയ്യാം. പക്ഷേ ആദ്യത്തെ പ്രൈമറി ഇഷ്യൂവിന് കൃത്യമായ ചിട്ടകൾ RBI വെച്ചിട്ടുണ്ട്. അത് പ്രകാരം അവരംഗീകരിച്ചിരിക്കുന്ന അംഗീകാരം കൊടുത്തിട്ടുള്ള ബാങ്കുകളെ ഏജൻസികളെ ആക്കി വെച്ച് അവരാണ് ഈ പണി ചെയ്യണത്. ആ ബാങ്കുകൾ ടെൻഡർ വിളിക്കും. ടെൻഡർ വിളിക്കുമ്പോൾ വിവിധ ഫണ്ടിങ് ഏജൻസീസും നിക്ഷേപകരും കോട്ട് ചെയ്യും. ആ കോട്ട് എത്ര തുക അവർ തരാൻ തയ്യാറാണ്, എന്ത് പലിശക്കാണ് എന്നുള്ള കിഫ്ബിയോട് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കണേ. അയ്യോ 6% ആരെങ്കിലും അതിൽ കൊടുത്തതായിട്ട് ഞങ്ങൾ മേടിക്കാമെന്ന് പറഞ്ഞതായിട്ട് ആരെങ്കിലും രേഖ തരാം. ഇത് കണക്കും രേഖയുള്ളതാണെന്ന്, സുതാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചുമ്മാ ഇല്ലാത്ത ഒരു കഥയുണ്ടാക്കുന്നു. എന്നിട്ട് ലാവലിൻ്റെ ഉപകമ്പനി ഈ ദുബായിലെ കമ്പനിയിൽ നിക്ഷേപിക്കുന്നു. അതുകൂടി പ്രശ്നമില്ലേ? ഈ കേരളവുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള വിദേശ കമ്പനികളൊക്കെ അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വിഴുങ്ങാൻ തയ്യാറായിട്ട് കേരളത്തിൽ പ്രതിപക്ഷമുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്തായി കേൾക്കുന്നതെന്നും പറഞ്ഞിറങ്ങിയ അദ്ദേഹം സ്വപ്പം അതിനേക്കുള്ള ആളല്ലേ എന്ന് അദ്ദേഹത്തിന് നോക്കിക്കൂടെ? ഒന്ന് ആരോടെങ്കിലും പറഞ്ഞ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് ഈ കമ്പനി ഏതാണ്, ആ കമ്പനിയുടെ സൈറ്റിൽ കമ്പനിയെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്, നോക്കിക്കൂടെ?
ഇല്ല, കിട്ടിയത് വട്ടിയായിട്ട് ഇറങ്ങിയിരിക്കുക. അതാണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു പോരായ്മയായിട്ട് പറഞ്ഞു. ഞാൻ പ്രേംകുമാർ വളരെ ക്വിക്കായിട്ടൊരു ഒരു റെസ്പോൺസ് ഇത്രയും വന്നതുകൊണ്ടാണ്, അദ്ദേഹം വളരെ സരസമായത് പറഞ്ഞതുകൊണ്ടാണ്. അതായത് ഈ വാർത്ത ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇത് വാരികയാണോ എന്ന് വിചാരിച്ചു. വീണ്ടും ഒന്നുകൂടെ നോക്കിയപ്പോൾ മനസ്സിലായി ബൈലൈനൊക്കെ വെച്ച് പത്രം തന്നെയാണെന്ന് മനസ്സിലായി. പ്രേംകുമാർ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ പറയുന്നത്, അതായത് ദുബായിൽ ഇങ്ങനെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്നുള്ള ഒരു കമ്പനി ഉണ്ട് എന്നുള്ള കാര്യം ഈ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ഷോൺ ജോർജിനോ മനോരമയ്ക്കോ തോമസ് ഐസക്കിനോ വി ഡി സതീശനോ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? വി ഡി സതീശൻ പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്നത് തന്റെ മകൾക്ക് ദുബായിൽ ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നാണ്. സപ്പോസ് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പറയുന്നു എന്റെ മകൾക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഇവര് വിശ്വസിക്കുമോ? ഇല്ലല്ലോ, കളവാണെന്ന് പറയും. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഇതുപോലെ അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല, അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഇല്ല എന്ന് തെളിയിക്കണം. രണ്ട് പ്രശ്നങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. ഒന്ന്, അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ ആർക്ക് അക്കൗണ്ട് ഉള്ളത് നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല. പിന്നെ ഇല്ല എന്നുള്ളത് തെളിയിക്കാൻ പറ്റില്ല. മഹാഭാഗ്യത്തിനാണ് ഇങ്ങനെ ഒരു പേരിൽ ഒരു കമ്പനി അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത്രയും ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു ആരോപണമായിരുന്നു ഇത് ഷോൺ ജോർജിന്റെ മാത്രം തലയിൽ വരുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, എന്റെ റീഡിംഗ് അനുസരിച്ച് ഇത് ഷോൺ ജോർജിൽ തുടങ്ങിയിട്ട് ഗൂഢാലോചനയല്ല, വി ഡി സതീശന്റെ ഓഫീസിന് പോലും ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന് തന്നെ ഞാൻ സംശയിക്കുന്നു. അത് പറയാൻ താഴെ LDF കൺവീനർ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, പ്രേംകുമാറിന് മാത്രം എഴുതിയാൽ മതി. വസന്ത്, അദ്ദേഹം ആ പോയിന്റിൽ ഉറച്ചു നിൽക്കുന്നു. പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ശ്രീ തോമസ് ഐസക് പറഞ്ഞതും പ്രസക്തമല്ലേ? ഇതിൽ ഷോൺ ജോർജിൻ്റെ വാർത്താ സമ്മേളനത്തെ വിശ്വാസത്തിലെടുത്തു എന്നൊരു പ്രശ്നം പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ പ്രേംകുമാർ അതിന് വേറൊരു തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വെച്ചു. ഇനി തിരിച്ചു തന്നെ ആവട്ടെ, വാർത്താ സമ്മേളനത്തെ വിശ്വാസത്തിലെടുത്ത പ്രതിപക്ഷ നേതാവിന് പാളി. യഥാർത്ഥത്തിൽ തോമസ് ഐസക് പറഞ്ഞതുപോലെ അത് പരിശോധിക്കാനുള്ളൊരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനില്ലേ? ഗൂഗിൾ കയറി ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് നോക്കിയാൽ തന്നെ ഇതെല്ലാം അറിയാം. അപ്പോൾ അങ്ങനെ പ്രാഥമികമായ പരിശോധന പോലും നടത്താതെ സർക്കാരിനെതിരെ, ഇടതുപക്ഷത്തിനെതിരെ എന്തെങ്കിലും കിട്ടിയാൽ അതുമായി ഓടുക എന്ന നിലയിലേക്ക് പോയാൽ ആത്യന്തികമായി ബുദ്ധിമുട്ട് സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെയല്ലേ? പരാജയം സംഭവിക്കുന്നത് നിങ്ങളുടെ വിശ്വാസ്യതയല്ലേ? ഇല്ലായ്മ സംഭവിക്കുന്നത്, ഇല്ലാതാവുന്നത് അതല്ലേ ഇതിലെ രാഷ്ട്രീയമായൊരു വലിയ ആഘാതം നിങ്ങളെ സംബന്ധിച്ച്? അല്ല, പ്രേംകുമാറിന് എന്തും വിളിച്ചു പറയാൻ കാര്യം അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകനാണ്. അപ്പൊ എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ആണ് ആ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന ബാർലൈൻ എങ്കിൽ അദ്ദേഹം അത് വായിക്കോട്ടെ, യാതൊരു പ്രശ്നമില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിനെതിരെയാണ് ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരു തെളിവും അദ്ദേഹത്തിനില്ല. അപ്പൊ ഷോൺ ജോർജും അദ്ദേഹവുമായി യാതൊരുവിധ വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ രണ്ടുപേരും ഇരട്ടകളായി പരിണമിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് പ്രേംകുമാറും ഷോൺ ജോർജും അടുത്ത ദിവസങ്ങളിൽ ഒരേ രീതിയിൽ ഒരേ സാമീപ്യത്തിൽ വാർത്താ സമ്മേളനം നടത്തട്ടെ, നല്ല കാര്യം. അപ്പൊ അതാണ് വഹിക്കട്ടെ. രണ്ടാമതായി ഞാൻ ചോദിക്കുന്നത്, ഇന്ന് ഞാൻ അതാണ് നേരത്തെ പറഞ്ഞു അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ എന്താണ് പറയുന്നതെന്ന് പ്രേക്ഷകർക്കോ അങ്ങേക്കോ മനസ്സിലാവുന്നില്ല. ഷോൺ ജോർജ് ഇന്നും ഈ വാർത്തയോട് പ്രതികരിക്കുന്നത് ഇങ്ങനെ ഒരു കമ്പനി അവിടെ ഉണ്ട് എന്നത് അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ വീണ വിജയന്റെ കമ്പനിക്കും അവിടെ അക്കൗണ്ട് ഉണ്ട് എന്ന് ഷോൺ ജോർജ് ഇന്ന് ഉച്ചയ്ക്ക് പറയുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ അടക്കം ഇന്നും അടക്കമുള്ള വാർത്താ സമ്മേളനങ്ങളിൽ മുഴുവൻ പറയുന്നു 3.5 ലക്ഷത്തോളം വരുന്ന ഡോളറിന്റെ ട്രാൻസാക്ഷൻ വീണ തൈക്കണ്ടിയുടെ ജോയിന്റ് അക്കൗണ്ടിലേക്ക് നടത്തപ്പെട്ടിട്ടുണ്ട് എന്നത് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വസന്ത് ശ്രദ്ധിക്കുക, ഇതിനകത്ത് തെറ്റ് വരുന്നത് തിരുത്തി നമുക്ക് പോകേണ്ടത് കൊണ്ടാണ്. ഇത് നിങ്ങളുടെ കേസല്ല, രാഷ്ട്രീയ പ്രശ്നമല്ല വസന്ത്. അദ്ദേഹം പറയുന്നത്, ഷോൺ പറയുന്നത് അബുദാബി ഈ കൊമേഴ്ഷ്യൽ ബാങ്കിലെ എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനിക്ക് അക്കൗണ്ട് ഉണ്ട്, അതിലേക്ക് കോടികൾ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞത് ശരിയുമാണ്, പക്ഷേ അത് വീണയുടെ കമ്പനിയല്ല എന്നുള്ളതാണ് വസ്തുത. മറ്റേത് അദ്ദേഹം പറഞ്ഞതിലെ പിശകും കളവും വ്യാജവുമായ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ പേര് കറക്റ്റാണ്, എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വസന്ത്, വീണ തൈക്കണ്ടിയുടെ മുൻ ഭർത്താവിന്റെയും വീണ തൈക്കണ്ടിയും ജോയിന്റ് സിഗ്നേറ്ററീസ് ആയിട്ടുള്ള അക്കൗണ്ടിലേക്ക് പണം കൈമാറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അതിനൊരു തെറ്റ് വസന്ത് പറയുന്നത് തെറ്റാണെന്ന്. അത് ഷോണിനില്ലാത്ത കേസാണ് വസന്ത് പറയുന്നത്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനി, ആ കമ്പനിക്ക് അവിടെ അക്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാണ് ഷോൺ സംസാരിക്കുന്നത്. എന്നിട്ട് ആ അക്കൗണ്ടിലേക്ക് ഇവരെ കൊണ്ട് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ കമ്പനിയുടെ പേര് പറയാതെ അല്ല ഷോൺ പറയുന്നത്. ആ കമ്പനി അന്വേഷിച്ച് പോയപ്പോഴാണ് ആ കമ്പനി ഇവരുടേതല്ല. വസന്ത് ഇത് ശ്രദ്ധിക്കൂ, മനസ്സിലാക്കൂ. അല്ല ശ്രീ ശരത്, അങ്ങ് മനസ്സിലാക്കൂ പ്ലീസ്. ഇന്ന്
ഷോൺ രണ്ടാമതും പറയുന്നു, ഞാൻ പറയുന്ന കമ്പനി വീണയുടെ കമ്പനി തന്നെയാണ്, അങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്ന് ഷോൺ വീണ്ടും പറയുന്നില്ലേ? ഞാൻ ചോദിക്കുന്നത് വളരെ വളരെ റെലവന്റ് ആയ ഒരേ ഒരു ചോദ്യമാണ്. ഇങ്ങനെ നിരന്തര ശല്യക്കാരനായ ഒരു വ്യവഹാരിയാണ് ഷോൺ ജോർജ് എങ്കിൽ കോടതി അദ്ദേഹത്തെ പരാമർശിച്ചില്ല, അദ്ദേഹത്തെ വിമർശിച്ചില്ല, അദ്ദേഹത്തെ തള്ളി പറഞ്ഞില്ല, പോട്ടെ. പക്ഷേ സ്വാഭാവികമായും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക്, സ്വാഭാവികമായും കേരളത്തിലെ ടൂറിസം വകുപ്പ് മന്ത്രിയുടെ ഭാര്യയ്ക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? എന്തായിരുന്നു പണ്ട് ബാർക്കോഴ അടക്കമുള്ള ശരി, അതിലേക്കൊന്നും ഇപ്പൊ സമയമില്ലാത്തത് കൊണ്ടാണ്. കാരണം കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുക, അത് കയ്യോടെ പിടിച്ച് പൊളിക്കുക, സമൂഹത്തിന് മുമ്പിൽ അത് തെളിയുക, എന്നിട്ട് അവർക്കെതിരെ കേസ് കൊടുക്കാൻ പറയുന്ന നിലയിലേക്ക് പറയുന്നതിൽ ഒരു മര്യാദകേടുണ്ട് വസന്ത്. താങ്കൾ പറഞ്ഞതിലല്ല പറഞ്ഞത്, ആ ചെയ്തിയിലാണ് ഒരു മര്യാദകേടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. വസന്ത് വീണ്ടും അത് പറഞ്ഞതുകൊണ്ടാണ്. ഷോൺ ജോർജ് ക്ലാരിറ്റിയോടെ, ആ ക്ലാരിറ്റിയിൽ അദ്ദേഹം പറഞ്ഞത് കളവാണ്, തെറ്റാണ്. 2-3 വാചകം മാത്രം ഒന്ന് കേട്ടിട്ട് ഞാൻ അരുണിലേക്ക് വരാം. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക്, അബുദാബി ആസ്ഥാനമായിട്ടുള്ള അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക്, അതിൽ എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി UAE എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത്. ഒന്നുകൂടെ പറയാം, എക്സിന്റെ ഉടമകൾ, സിഗ്നേറ്ററീസ്, ഒന്ന് ഇത്രയും മതി. മുഖ്യമന്ത്രിയുടെ അക്കൗണ്ട് ആ കമ്പനിയുടെ പേര് സഹിതമാണ് അരുൺ പറഞ്ഞത്. ഞാൻ അരുണിനോടൊന്നും ആവർത്തിക്കേണ്ട കാര്യമില്ല. പേര് സഹിതം ഷോൺ പറഞ്ഞത് ആകെ കളവാണ് എന്ന് വന്നു. ആകെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയത്തെ അരുൺ ഈ ചർച്ച ചുരുക്കി അവസാനിപ്പിക്കുമ്പോൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? അതായത് ഈ ഇടതുവിരുദ്ധരുടെ പലതരം ആരോപണങ്ങൾ, കഥമെനയൽ, അത് കള്ളക്കഥകളായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു എന്നുള്ളതാണോ അരുണിൻ്റെ കേസ്? അരുണ് മനസ്സിലാക്കുന്നത് അതാണോ? മിസ്റ്റർ ശരത്, സഖാവ് പിണറായി വിജയൻ്റെ മകളായി ജനിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഒരു പെൺകുട്ടി അനുഭവിക്കേണ്ടി വരുന്ന അപമാനം എത്ര ക്രൂരമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വന്ന സാഹചര്യങ്ങളെല്ലാം. എത്ര തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇതൊന്നും വസ്തുതകളുമായി പുലബന്ധമില്ല എന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോടതികൾ വരെ കണ്ടെത്തിയിട്ടും വീണ്ടും ആരോപണങ്ങളുടെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് ശ്രീ മാത്യു കുഴൽനാടൻ്റെ പേരിലാകട്ടെ, ഷോൺ ജോർജിൻ്റെ പേരിലാകട്ടെ, മറ്റ് UDF നേതാക്കന്മാരുടെ പേരിലാകട്ടെ, ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുക. ഇപ്പം ലാവ്ലിൻ കേസ് നമുക്കറിയാം. തെളിവിൻ്റെ ഒരു കണിക പോലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാജരാക്കൂ എന്ന് CBIയോട് പറഞ്ഞിട്ട് വർഷം 2-3 31 തവണ CBI ആ കേസെടുത്തു മാറ്റി, വാദം കേൾക്കാൻ സമ്മതിച്ചില്ല. കമല ഇന്റർനാഷണലിന്റെ പേരിൽ എത്ര വർഷങ്ങൾ നുണ പ്രചരിപ്പിച്ചു, ആരോപണം ഉന്നയിച്ചു. അതുപോലെ ചാവക്കാടുള്ള ഒരു വ്യവസായിയുടെ വീട് കാണിച്ച് സഖാവ് പിണറായി വിജയന്റെ വീട് എന്ന് പറഞ്ഞ് എത്ര മാസങ്ങൾ, വർഷങ്ങൾ നുണപ്രചരണം നടത്തി. അതുപോലെ ഷാർജ ഷെയ്ഖിന് കൈക്കൂലി കൊടുത്തു, ഏത് മകൾക്ക് ജോലി കിട്ടാൻ എന്ന പേരിൽ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര നുണ പ്രചരിപ്പിച്ചു, ആരോപണങ്ങൾ ഉന്നയിച്ചു. സ്വർണ്ണക്കള്ളക്കടത്തും ബിരിയാണി ചെമ്പും അടക്കം ഇങ്ങ് വന്ന് ഏറ്റവും അവസാനം ഇപ്പൊ ഷോൺ ജോർജ് ഉന്നയിച്ച ആരോപണത്തിൽ നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞോ? ഏതെങ്കിലും ഒരു ആരോപണത്തിൽ വസ്തുതയുമായി ബന്ധമുള്ള ഒരു കണിക ഹാജരാക്കാൻ കഴിഞ്ഞോ? പക്ഷെ ഇവർ വീണ്ടും ആരോപണങ്ങൾക്ക് പിന്നെ പോവുകയാണ്. ഇതെല്ലാം ജനം കാണുന്നുണ്ട്, ജനം തിരിച്ചറിയുന്നുണ്ട്. ഇതെല്ലാം ഇവർ ആരോപണങ്ങൾക്ക് പിന്നിൽ പോകുമ്പോഴും ജനങ്ങൾ കൂടുതൽ ഇടതുപക്ഷത്തിന്റെ പിന്നിൽ അണിനിരക്കുന്നു. അത് തന്നെയാണ് ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ചയിലേക്ക് അടക്കം ഇടതുപക്ഷം മുന്നേറിയത്. അടുത്ത കാലത്ത് ഇടതുപക്ഷത്തിന്റെ വിജയത്തിന് പിന്നിലെല്ലാം ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ ജനങ്ങൾ പൊളിച്ചടക്കിയത് തന്നെയാണ്. ശരി, അദ്ദേഹം പറഞ്ഞതുപോലെ വസന്ത്, തോറ്റാലും പൊളിഞ്ഞാലും ഇത് നിർത്തില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ പണി തുടരുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ഞാൻ പറഞ്ഞു തുടങ്ങിയത് അങ്ങ് നേരത്തെ കംപ്ലീറ്റ് ചെയ്യാൻ സമയച്ചില്ല. സീസർ മാത്രമല്ല, സീസറിന്റെ ഭാര്യയും സംശയത്തിന് അതീതയായിരിക്കണമെന്ന കോടതി പരാമർശത്തിന്റെ പിറ്റേന്നാണ് KM മാണി രാജിവെക്കുന്നത്. സീസറിന്റെ ഭാര്യ മാത്രമല്ല, പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയ്ക്കെതിരെ ആരോപണം വന്നാലും അത് വളരെ വ്യക്തമായി ജനങ്ങളോട് തുറന്നു പറയാനുള്ള രാഷ്ട്രീയ ധാർമ്മികത ഉറപ്പായും മുഖ്യമന്ത്രി. എവിടെ ആരോപണം? സത്യത്തിന്റെ ഒരു കണികയെങ്കിലും ആരോപണമുണ്ടോ? ഒരു സിംഗിൾ പേപ്പർ, ഒരു കഷ്ണം തുണ്ട് കടലാസ് പോലും ഇല്ലാത്ത ആരോപണങ്ങളെ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചിട്ട് നിങ്ങൾ വി ഡി സതീശൻ മാത്രമാണ് അത് ഏറ്റുപിടിച്ചത്. BJPയുടെ നേതാക്കന്മാരായ K സുധാകരനോ V മുരളീധരനോ ഒന്നും അത് ഏറ്റുപിടിച്ചില്ല. എന്ത് ആരോപണം വന്നാലും ഏറ്റുപിടിക്കുന്ന V മുരളീധരൻ പോലും അത് കേട്ടില്ലെന്ന് പോലും നടിച്ചില്ല, കണ്ടില്ലെന്ന് പോലും നടിച്ചില്ല. ആരോപണം എന്ന് പറയുന്നത് മാത്രം ആരോപണങ്ങൾക്ക് പിന്നിൽ വല്ലാതെ പരാജയപ്പെട്ടു പോകുന്നു, പൊളിയുന്നു, വസ്തുതകളല്ല എന്ന് വരുന്നു എന്നുള്ളതാണ് വസന്ത് പ്രശ്നം. ഇന്ന് ഇതേ കിടന്ന് ഇനി വാദിക്കില്ലേ? കേട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഇടതുപക്ഷത്തിനെതിരെ അനിതര സാധാരണമായ രീതിയിൽ ആക്രമണവുമായി ഇറങ്ങി പുറപ്പെടുന്നവരെ നിയമപരമായി നേരിടണ്ടേ? നമുക്ക് രാഷ്ട്രീയപരമായി നേരിടണ്ടേ? അതിനുവേണ്ടി കേസ് കൊടുക്കുന്നേ? അവര് സ്വയം തോറ്റ് വെളിവായി ഇങ്ങനെ സമൂഹത്തിന് മുമ്പിൽ നിൽക്കല്ലേ? അതല്ലേ വസന്ത്, അത് മനസ്സിലാക്കാത്ത എന്താണ്? ഈ ഷോൺ ഇന്ന് പൂർണ്ണമായും തോറ്റ് വെളിവായി സമൂഹത്തിന് മുമ്പിൽ നിൽക്കല്ലേ? പ്രതിപക്ഷ നേതാവ് അത് ഏറ്റുപിടിച്ച ആളിന്റെ അവസ്ഥ ഇന്ന് എന്താണ്? ഇതാണ് പ്രശ്നം.
ശ്രീ പ്രേംകുമാർ, ഒറ്റ വാചകം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അരുണേ, ഈ അവസാന നിമിഷം അത് പൊളിഞ്ഞു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പോഴെങ്കിലും വീണ വിജയൻ നിങ്ങൾക്ക് അതാണോ ആഗ്രഹം? നിങ്ങളുടെ പ്രശ്നം അതാണോ പ്രേംകുമാർ? തീർച്ചയായും ആരോപണങ്ങൾ പിന്നെയെങ്കിലും നോക്കുക, ബ്രേക്കിംഗ് ന്യൂസ് ആക്കുക, ന്യൂസ് അവറിൽ ചർച്ച ചെയ്യുക, അതിനുശേഷം നിങ്ങൾ നോട്ടീസ് അയച്ചോളാൻ പറയുക. ഇതൊക്കെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഏറ്റവും രസകരമായ കാര്യം, ഒരൊറ്റ രസകരമായ കാര്യം നമുക്കത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ പ്രേംകുമാർ, വസന്തിന് വാദം പിടിക്കേണ്ട കേസല്ല. പ്രേംകുമാർ, ഈ കേസിൽ അരുണിന് അറിയാവുന്നതാണ്, ഈ കേസിൽ ഈ റിട്ട് ഹർജി കൊടുത്തു. നോട്ടീസ് പോലും കോടതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിൻ്റെ മകൾക്കോ ആ കമ്പനിയുടെ പേരിൽ മകൾക്കോ അയച്ചിട്ടില്ല. നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? ആ കോടതി കയറ്റി ഇതിനെ വിവാദമാക്കി നിർത്താമെന്ന് തീരുമാനിച്ച ഈ കേസിൽ അങ്ങനെ നോട്ടീസ് അയക്കാൻ പോലും യോഗ്യതയില്ല എന്ന് തുടക്കം മുതൽ കോടതി കണ്ട കേസ് കൂടിയാണിത്. ആ കേസിലാണ് ഹർജിക്കാരൻ്റെ ആരോപണങ്ങൾ ഒന്നൊന്നായി പൊളിയുന്നത് നമ്മളിവിടെ കണ്ടത്. പ്രേംകുമാർ, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. താങ്കൾക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് എന്താണ്? അതായത് കേരളത്തിലെ കോൺഗ്രസിനെ പിരിച്ചുവിട്ടിട്ട് BJPന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊട്ടേഷൻ എടുത്തിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അവരാണ് പഠന ക്യാമ്പ് നടത്തുന്നത്. അതല്ലാത്ത കോൺഗ്രസ്സുകാരുണ്ട്, അവരല്ല തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഇവരിങ്ങനെ തന്നെ പോവുകയുള്ളൂ. പടച്ചു തമ്പുരാൻ വിചാരിച്ചാൽ ഇവർ രക്ഷിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശരി, നമുക്കേതായാലും ഇതുപോലെ ഏതെങ്കിലുമൊക്കെ കഥകൾ, ആരോപണങ്ങൾ ഒക്കെ വരുന്നത് കാത്തിരിക്കാം. ആ നിലയിൽ വരുന്നു, അത് പൊളിയുന്നു, അത് നിലനിൽക്കാത്തതാകുന്നു, അത് തെളിവ് സഹിതം സമൂഹത്തിന് ബോധ്യപ്പെടുന്ന നിലയിൽ നിൽക്കുന്നു. അതൊക്കെ വലിയ തോതിൽ ഉന്നയിച്ച ആളുകൾ പിന്നീട് മൗനം പാലിക്കുന്നു എന്ന നിലയാണ് നമ്മൾ ഇന്നലെയും ഇന്നും തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ കൃത്യമായി ബോധ്യപ്പെടുക. ന്യൂസ് അവസാനിക്കുന്നു. എല്ലാവർക്കും വളരെയധികം നന്ദി സഹകരിച്ചതിന്.